ഗുഡ് ഈവനിങ് മാറ്റിനി ഫെബിനാലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. മൈൻഡ്ഫുൾനെസ്സിന്റെ ദിവസമാണ്. നമ്മൾ ബ്രീത്തിങ്ങിന്റെ മറ്റൊരു ഭാഗം, കോഹറൻറ്റ് ബ്രീത്തിങ്. ആരുടെ സാറിലൂടെ എന്താണ് കോഹറൻറ്റ് ബ്രീത്തിങ്, നമ്മൾ സാധാരണ ബ്രീത്ത് ചെയ്യുന്നതും ഇതുമായിട്ട് ബന്ധമുണ്ടോ, എന്താണ് ഇതിൻ്റെ മൈൻഡ്ഫുൾനെസ്സുമായിട്ടുള്ള കണക്ഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ തീർച്ചയായിട്ടും ശ്രദ്ധയോടെ കേട്ടിരിക്കാം. എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അതോടൊപ്പം ആരഡി സാറിനെയും. ആരഡി സാർ, യു ആർ വെൽക്കം. ഓക്കെ, താങ്ക് യു. എല്ലാവർക്കും ഞാൻ നല്ലൊരു സായാഹ്നം ആശംസിക്കുന്നു. കബീറിന്റെ പ്രസിദ്ധമായ ഒരു കവിതയിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ഇതുണ്ട്, അല്ലെങ്കിൽ ഒരു കവിതയുണ്ട്. ഹു ഈസ് ഗോഡ്? ആരാണ് ദൈവം? അദ്ദേഹം പറയുന്നു, ഗോഡ് ഈസ് ബ്രത്ത് ഇൻ ദ ബ്രത്ത്, വിത്ത് ഇൻ ദ ബ്രത്ത് എന്ന്. ഞാൻ ഈ കോഹിറന്റ് ബ്രീത്തിങ്ങിനെ കുറിച്ച്, അല്ലെങ്കിൽ ഈ ശ്വാസോച്ഛ്വാസത്തെ കുറിച്ചും അതിൻ്റെ ആ ഹീലിംഗ് എഫക്റ്റിനെ പറ്റിയൊക്കെ ചിന്തിക്കുമ്പോൾ കബീറിന്റെ ഈ കവിത എൻ്റെ മനസ്സിൽ ഓർമ്മ വരുന്നുണ്ട്. എല്ലാറ്റിനെയും നവീകരിക്കുന്ന, എല്ലാറ്റിനും സുഖം കൊടുക്കുന്ന, സൗഖ്യമേകുന്ന ഒന്നാണ് ബ്രീത്തിങ്, അല്ലെങ്കിൽ നമുക്ക് ശ്വാസോച്ഛ്വാസം എന്ന് പറയാം. സോ ഗോഡ് ഈസ് ബ്രത്ത് വിത്തിൻ ദി ബ്രത്ത്. ആ ആശയം വളരെ വളരെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സെന്റൻസ് ആണ്. അപ്പൊ അത് ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇപ്പം ഒരുപക്ഷെ എന്നെ കേൾക്കുന്നവർ, അല്ലെങ്കിൽ ഈ വീഡിയോ കേൾക്കാൻ പോകുന്ന ആളുകൾ ഒരുപക്ഷെ ഈശ്വര വിശ്വാസികളാകണോ വേണ്ടയോ എന്നുള്ള അത്, അല്ലെങ്കിൽ ഏതെങ്കിലും മതപരമായിട്ടുള്ള എന്തെങ്കിലും ഉണ്ടോ, അതല്ല നമ്മളുടെ വിഷയം. അവിടെ ആ ചിന്ത വളരെ മനോഹരമാണ്. പക്ഷേ അന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചത് വളരെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ വളരെ മനോഹരമായ ഒരു ആശയമാണ്. ഇത് ഈ ഒരു ആശയത്തെ ആസ്പദമാക്കിയിട്ടാണ് വാസ്തവത്തിൽ ഞാൻ ഇന്നത്തെ, അതായത് കോഹിറന്റ് ബ്രത്തിനെ കുറിച്ചും പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് എ ഹീലിംഗ്. എല്ലാ ശ്വാസോച്ഛ്വാസവും ഹീൽ ചെയ്യുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മളുടെ ആ എക്സിസ്റ്റൻസിന്റെ, നമ്മൾ ഇന്നിപ്പോൾ ഇവിടെ ഈ കാലത്തിനും സമയത്തിനും അനുസരിച്ച് അതിനുള്ളിൽ നമ്മൾ ജീവിക്കുന്നു എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മൾ ശ്വസിക്കുന്നത് എന്നുള്ളത്. നമ്മളുടെ ശ്വാസോച്ഛ്വാസം നിന്ന് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ സമയത്തിന്, ടൈം ആൻഡ് സ്പേസിന് നമ്മൾ അതീതമായിട്ട് പോവുകയാണ് ചെയ്യുന്നത്. ഓക്കെ, കോഹറന്റ് ബ്രീത്തിങ്ങിനെ കുറിച്ച് ഉള്ള കൂടുതൽ ആശയങ്ങളിലേക്ക് നമുക്ക് പോകാം. എന്താണത്? വളരെയേറെ സൗഖ്യമേകുന്ന, അല്ലെങ്കിൽ നമുക്ക് ഹീലിംഗ് എഫക്റ്റ് ഉള്ള ഒന്നാണ് കോഹിറന്റ് ബ്രീത്തിങ്. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിന്റെ പർപ്പസ് എന്ന് പറയുന്നത് എന്താണ് കോഹിറന്റ് ബ്രീത്തിങ് എന്നുള്ളതും, അതുപോലെ തന്നെ അത് നമ്മളുടെ ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, HRV എന്ന് പറയുന്നു, അല്ലെങ്കിൽ അതുപോലെയുള്ള പിന്നെ നമ്മളുടെ ഇമോഷണൽ റെഗുലേഷന്, ഫിസിയോളജിക്കൽ കോഹിറൻസ്, ഇതിനെല്ലാം ബാധിക്കുന്ന, അല്ലെങ്കിൽ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള കോൺട്രിബ്യൂഷൻ കൊടുക്കുന്ന ഒന്നാണ് കോഹിറന്റ് ബ്രീത്തിങ് എന്ന് പറയുന്നത്. നമ്മൾ പലപ്പോഴും കണ്ടീഷനിങ് എന്നുള്ള ഒരു വാക്ക് നമ്മൾ കേൾക്കാറുണ്ട്. സൈക്കോളജി പഠിച്ചിട്ടുള്ളവർ, അല്ലെങ്കിൽ തന്നെ നമ്മൾ പറയാറുണ്ട് കണ്ടീഷനിങ്ങിനെ കുറിച്ച് പറയുമ്പോൾ നമുക്ക് പെട്ടെന്ന് നമ്മുടെ മനസ്സിൽ വരുന്നത് നമ്മളുടെ മൈൻഡിനെ കുറിച്ചാണ്. നമ്മളുടെ മനസ്സ് കണ്ടീഷൻഡ് ആണ്, അല്ലെങ്കിൽ മനുഷ്യരുടെ മുഴുവനും അതെ. അത് പലതരത്തിലുള്ള കൾച്ചറൽ, റിലീജിയസ്, ഇമോഷണൽ, ഇങ്ങനെ എല്ലാ തരത്തിലും കണ്ടീഷൻഡ് ആയിട്ടുള്ള ഒന്നിനെ കുറിച്ചാണ്. ഈ കണ്ടീഷനിങ്ങിന് പുറത്തേക്ക് കടക്കുക എന്നുള്ളതാണ് റീകണ്ടീഷനിങ്ങിനെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ. പക്ഷെ നമ്മൾ പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു മേഖലയായിരിക്കാം ഒരുപക്ഷെ നമ്മളുടെ ശരീരം, നമ്മളുടെ ഫിസിയോളജിക്കലായിട്ടുള്ള ഫങ്ഷൻസ്, അല്ലെങ്കിൽ നമ്മളുടെ നെർവസ് സിസ്റ്റത്തെ തന്നെ നമുക്ക് റീകണ്ടീഷൻ ചെയ്യാം എന്നുള്ളത്. അതേക്കുറിച്ച് കൂടുതലായിട്ട് ഞാൻ സംസാരിക്കണം. റോഡ് മാപ്പ് എന്തൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വാട്ട് ഈസ് കോഹിറന്റ് ബ്രീത്തിങ്, എന്താണിത് കോഹിറന്റ് ബ്രീത്തിങ് എന്നുള്ളത്, അതിൻ്റെ വളരെ ലേമൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിൻ്റെ ശാസ്ത്രം എന്താണ്, അതുപോലെ ഹൗ കോഹിറന്റ് ബ്രീത്ത് വർക്ക്സ്, പിന്നെ അതിൻ്റെ ബെനിഫിറ്റ്സ് എന്താണ്, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്ന് സംസാരിക്കുന്നത്. മീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കോഹിറന്റ് ബ്രീത്തിങ് ഈസ് എ സിമ്പിൾ തെറപ്പോയിറ്റിക് ബ്രീത്തിങ് ടെക്നിക്കാണ്. അത് വളരെ സിമ്പിൾ ആണ്. കാരണം വാസ്തവത്തിൽ അനായാസമായിട്ട് നമുക്ക് ചെയ്യാം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം 4, 7, 8 ബ്രീത്തിങ് പഠിച്ചു. പക്ഷെ അത് പലർക്കും അത് ബുദ്ധിമുട്ടാണ്. ചിലർക്ക് അത് നിങ്ങൾ എക്സ്പീരിയൻസ് ഷെയർ ചെയ്തപ്പോൾ പറഞ്ഞു അത് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല നമുക്ക്. പിന്നെ പെട്ടെന്ന് നമുക്ക് നിശ്വസിക്കാനോ അല്ലെ ശ്വസിക്കാനുള്ളത് വരും.
പിന്നെ ചിലർ അത് മൂക്കിലൂടെ അല്ല എന്താണ് വായിലൂടെ ശ്വാസം വിടാൻ അല്ലെങ്കിൽ എടുക്കാനൊക്കെ വരും. കാരണം പ്രത്യേകിച്ച് നമ്മളത് ട്രെയിൻ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്. ഇറ്റ്സ് ഓക്കെ, നോർമലാണ്. പക്ഷെ അങ്ങനെയല്ല. ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒന്നാണ്. അതുപോലെ തന്നെ ഇത് നമ്മളുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റത്തെ വളരെ അഫക്റ്റ് ചെയ്ത് അത് വളരെ ശാന്തമാക്കുന്നതിന് വേണ്ടി, അതോടൊപ്പം തന്നെ നമ്മളുടെ സ്ട്രെസ്, അതുപോലെ തന്നെ നമ്മളുടെ സുസ്ഥിതി, ശാരീരികവും മാനസികവുമായ സുസ്ഥിതി നിലനിർത്തുന്നതിന് അല്ലെങ്കിൽ മെച്ചപ്പെടുത്തുന്നതിന് വളരെ സഹായകരമായിട്ടുള്ള ഒന്നാണ് നമ്മുടെ കോഹിയറന്റ് ബ്രീത്തിങ്. ഇനി ഇതിന്റെ സയൻസ് ആദ്യമായി സയൻസ് എന്താണ്? ഇതിന്റെ പിന്നിൽ ഏതെല്ലാം തരത്തിലാണ്? പ്രധാനമായിട്ടുള്ള കാര്യങ്ങളേ ഉള്ളൂ. ഒത്തിരി കാര്യങ്ങൾ പറയാനുണ്ട്, അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റും. പക്ഷേ വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ സിങ്ക്രണൈസിങ് ബ്രീത്തിങ് വിത്ത് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി. അതായത് നമ്മളുടെ കാർഡിയോവാസ്കുലർ ആയിട്ടുള്ള അത്, അല്ലെങ്കിൽ നമ്മുടെ ഹൃദയ സംബന്ധമായിട്ടുള്ള ആ ബ്രീത്തിങ് വേരിയബിലിറ്റി, അല്ലെങ്കിൽ അതിനെ ഒന്ന് സ്റ്റെബിലൈസ് ചെയ്യാൻ സഹായിക്കുന്നതാണ്. അതാണ് അതിന്റെ പിന്നിലുള്ള ഒരു ശാസ്ത്രീയമായിട്ടുള്ള ഒന്ന്. രണ്ടാമത് നമ്മളുടെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം എന്ന് പറയുന്ന അതിനെയും സ്റ്റെബിലൈസ് ചെയ്യുന്നു. കാരണം സ്റ്റെബിലൈസ് ചെയ്യുക എന്ന് വേണമെങ്കിൽ പറയാം. തീർച്ചയായിട്ടും അത് നമ്മളുടെ സാധാരണഗതിയിൽ നമ്മൾ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഇതൊക്കെ അത് നമ്മളുടെ എന്താണ് കൂടുതൽ സ്ട്രെസ്ഫുൾ ആകുമ്പോഴേക്കും നമുക്ക് അത് കൂടുതൽ സ്ട്രെസ് തരുന്നതാണ്. അപ്പൊ അതിനെ ശാന്തമാക്കുന്നു എന്ന് പറയുമ്പോഴേക്കും നമ്മൾ എന്താണ് കൂടുതൽ ഹാർട്ട് റേറ്റ്, അല്ലെങ്കിൽ നമ്മുടെ ഹൈ ബ്ലഡ് പ്രഷർ, ഇങ്ങനെയൊക്കെയുള്ള ആളുകള് മരുന്ന് കഴിക്കാതെ ശരിക്ക് നമ്മളുടെ ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ, എസ്പെഷ്യലി ഈ കോഹിയറന്റ് ബ്രീത്തിങ്ങിലൂടെ നമുക്ക് നമ്മളുടെ എന്താണ് ഹൈ ബ്ലഡ് പ്രഷർ അല്ലെങ്കിൽ മറ്റതുപോലെയുള്ള പല രോഗങ്ങൾക്കും നമുക്ക് അതിന് ശാന്തി, അല്ലെങ്കിൽ അതിന്റെ ആ സൗഖ്യം നമുക്ക് ലഭിക്കുന്നതിന് തീർച്ചയായിട്ടും ഈ ബ്രീത്തിങ് ഉപകരിക്കും. കാരണം മരുന്നെന്ന് പറയുമ്പോഴേക്കും ഡോക്ടർമാർ ഒരിക്കലും ചെല്ലുമ്പോൾ നമ്മൾ എന്തുമാത്രം നെർവസ് ആണെന്നുള്ളതിനെ കുറിച്ച് അവർ ഒരു ടെസ്റ്റ് ഒന്നും നടത്തുന്നില്ല. ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ട്, ഒരു മരുന്ന് തന്നു, ആ ടാബ്ലറ്റ് കഴിച്ചു കഴിഞ്ഞിട്ട് പിന്നെ കഴിയുമ്പോഴത്തേക്കും വീണ്ടും നമ്മൾ അതിന്റെ റൂട്ട് കോസ് നമ്മൾ അറിയുന്നില്ലാത്തതുകൊണ്ടാണ്. അപ്പൊ എന്ത് ചെയ്യും? വീണ്ടും അത് പറ്റുന്നില്ല, അല്ലെങ്കിൽ ഒരു വർഷം കഴിയുമ്പോഴേക്കും കുറച്ചുകൂടെ ശക്തമായിട്ടുള്ള, അല്ലെങ്കിൽ കുറെ കൂടെ ഇതായിട്ടുള്ള ഒരു മരുന്ന് നമുക്ക് വേണ്ടി വരും. അങ്ങനെ പോകുന്നു. സോ ദെൻ അടുത്തത് നമ്മളുടെ സ്റ്റിമുലേറ്റിംഗ് അവർ ബാറോ റിഫ്ലക്സ് മെക്കാനിസം. ദാറ്റ് മീൻസ് ഇത് തന്നെയാണ് നമ്മുടെ ബ്ലഡ് പ്രഷറിനെ പ്രത്യേകിച്ച് അത് ഫ്രെനിക് ഇതുണ്ട്, നമ്മളുടെ നെർവസ് സിസ്റ്റം ഉണ്ട്, അതുപോലെ തന്നെ അതെല്ലാം കൂടി ബന്ധപ്പെട്ടിട്ടുള്ള നമ്മളുടെ ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അതിനെയും സ്റ്റിമുലേറ്റ് ചെയ്യുകയും അതിനെ ശാന്തമാക്കുകയും ചെയ്യുന്ന ഒന്നാണ് നമ്മളുടെ അതിന് സഹായിക്കുന്നതാണ് നമ്മളുടെ കോഹിയറന്റ് ബ്രീത്തിങ്. അടുത്തത് കോഹിയറന്റ് ബ്രീത്തിങ് ഹെൽപ്സ് എൻഗേജ്. അതാണ് ഞാൻ പറഞ്ഞു ഇപ്പൊ ഫ്രെനിക് നെർവസ് സിസ്റ്റം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ ഡയഫ്രവും നമ്മളുടെ എന്താണ് നമ്മളുടെ നട്ടെല്ലുമായിട്ട് ബന്ധിപ്പിക്കുന്ന ഒന്നാണ്. അതായത് അതിന്റെ അവിടെ ബ്ലഡ് സർക്കുലേഷൻ വരുന്നു. അത് നമ്മളുടെ ഈ ഡയഫ്രം നമുക്കറിയാം വികസിക്കുകയും ചുരുങ്ങുകയും ചെയ്യുന്ന അതിന്റെ പ്രവർത്തനത്തെ, അതിന്റെ റിഥമിക് ആയിട്ടുള്ള പ്രവർത്തനത്തെ നിയന്ത്രിക്കുകയും അതുപോലെ തന്നെ ബ്ലഡ് സർക്കുലേഷനെ സഹായിക്കുകയും ചെയ്യുന്ന അതിന് കോഹിയറന്റ് ബ്രീത്തിങ് ഒത്തിരി സഹായിക്കും. കാരണം ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ പറഞ്ഞു, വാസ്തവത്തിൽ നമ്മളുടെ ഉദരം, അല്ലെങ്കിൽ നമ്മളുടെ എന്താണ് അബ്ഡോമൻ കൂടിയാണ് കൂടുതൽ ആളുകളും നമ്മൾ ബ്രീത്തിങ് ചെയ്തത്, അല്ലെങ്കിൽ അങ്ങനെ കണ്ടീഷൻഡ് ആയിട്ടുള്ളത്. നമ്മളുടെ ആ ലങ്സിന്റെ കപ്പാസിറ്റി നമ്മൾ ഉപയോഗിക്കാറില്ല. അപ്പൊ ലങ്സ് കൂടുതൽ എന്താണ് 5 അല്ലെങ്കിൽ 6 സെക്കൻഡ് ശ്വസിക്കുക, ഹോൾഡ് ചെയ്യാതെ തന്നെ വീണ്ടും 5 അല്ലെങ്കിൽ 6, അത് അനുസരിച്ച് ഇനിയിപ്പോൾ എണ്ണിയില്ലെങ്കിൽ തന്നെ കുറെ കൂടി നമ്മൾ ഇപ്പോൾ ചെയ്യുന്ന അതിനേക്കാൾ അല്പം കൂടി വ്യത്യാസപ്പെട്ട രീതിയിൽ ഡീപ്പ് ബ്രീത്തിങ്, അതുപോലെ തന്നെ ഡീപ്പ് എക്സലേഷൻ അതാണ് നടത്തുന്നത്. അപ്പൊ അതുകൊണ്ട് നമ്മളുടെ ബ്ലഡ് സർക്കുലേഷനെ കൂടുതലായിട്ട് ഇത് സഹായിക്കും. അടുത്തത് വാഗസ് നെർവസ് സിസ്റ്റം ആണ്. ഇതേക്കുറിച്ച് ഇന്ന് അധികം ഞാൻ പറയുന്നില്ല. സാർ വിശദമായി ക്ലാസ് എടുത്തിട്ടുള്ളതാണ് ഈ ഗ്രൂപ്പിൽ. അതായത് വാഗസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് വാസ്തവത്തിൽ ഒരു എന്താണ് ചെറിയ പോക്കറ്റ് റോഡുകൾ എന്ന് വേണമെങ്കിൽ പറയാം. അതായത് നമുക്ക് പ്രധാനപ്പെട്ട ഓട്ടോണമിക് നെർവസ് സിസ്റ്റം, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, പിന്നെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം, ഇങ്ങനെ ഒത്തിരി നെർവസ് സിസ്റ്റം ഉണ്ട്. അല്ലെ, ഫ്രെനിക് നെർവസ് സിസ്റ്റം, ഇതെല്ലാം ഉണ്ട്. ഇതിലേക്കൊക്കെ വരുമ്പോഴേക്കും നമ്മളുടെ ഫൈറ്റ്, ഫ്ലൈറ്റ് ആൻഡ് ഫ്രീസ് എന്ന് പറയുന്ന ആ മോഡിലേക്ക് നമ്മളെ
കൂടുതലായിട്ട് എന്താണ് ആ ഒരു മോഡിൽ നമ്മളെ അലേർട്ടായിട്ട് നിർത്തുന്നു. പക്ഷേ ഇത് ഈ വാഗസ് നെർവസ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിലേക്ക് പോകുന്ന ചെറിയ ചെറിയ റോഡുകൾ പോലെയാണ്. അതായത് നമ്മളുടെ ആ കമ്മ്യൂണിക്കേഷന് വേണ്ടി പ്രത്യേകിച്ച് നമ്മുടെ ബ്രെയിനുമായിട്ട് ബന്ധിപ്പിക്കുന്നതാണ്. അതേക്കുറിച്ച് കൂടുതൽ പിന്നീട് പറയാം. എനിവേ ഞാൻ ഇത്രേ പറയുന്നുള്ളൂ. നമ്മളുടെ വാഗസ് നെർവസ് സിസ്റ്റത്തെ സ്റ്റിമുലേറ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ഒരു അലേർട്ട് മോഡിൽ നിന്ന് റെസ്റ്റ് ആൻഡ് ഡൈജസ്റ്റ് മോഡിലേക്ക് നമ്മളെ കൊണ്ടുവരുന്നതിനും അല്ലെങ്കിൽ നമ്മളെ കൂടുതൽ കാം ആൻഡ് ക്വയറ്റ് ആക്കുന്ന ഉള്ള ഒരു നെർവസ് സിസ്റ്റമാണ്. അതിനെ ഇത് സ്റ്റിമുലേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ അതിനെ പ്രചോദനം കൊടുക്കുക എന്നുള്ളതല്ല, അതിനെ കൂടുതൽ പ്രവർത്തനക്ഷമമാക്കുക അല്ല, അതിനെ കൂടുതൽ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കോഹിയറന്റ് ബ്രീത്തിങ് സഹായിക്കും. ദെൻ അമിഗ്ഡാലയുടെ പ്രവർത്തനങ്ങൾ, അതായത് ഈ നമ്മൾ എപ്പോഴും ഒരു ഫൈറ്റിംഗ് മോഡിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് ഫൈറ്റിംഗ് മോഡ് എന്ന് പറയുന്നത് റിയൽ ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള സിറ്റുവേഷനെ നമ്മൾ അഭിമുഖീകരിക്കണമെന്നില്ല. നമ്മൾ സാധാരണഗതിയിൽ നമുക്ക് നമ്മളുടെ വിശ്രമ മുറിയിൽ നമ്മൾ ജോലി കഴിഞ്ഞ് അല്ലെങ്കിൽ വിശ്രമ മുറിയിൽ നമ്മൾ നമ്മുടെ വീട്ടിൽ ഉറങ്ങുമ്പോഴോ ഉറങ്ങാൻ പോകുമ്പോഴോ ഉണർന്നെഴുന്നേൽക്കുമ്പോഴോ ഒക്കെ നമ്മൾ വേണമെങ്കിൽ ഈ അമിഗ്ഡാലയുടെ പ്രവർത്തനത്തിലൂടെ അല്ലെങ്കിൽ അതിനെ നമുക്ക് സ്റ്റിമുലേറ്റ് ചെയ്യാൻ, അങ്ങനെ ആളുകൾ അത്രയേറെ നെർവസ് ആയിട്ടുള്ള ആളുകളുണ്ട്. അപ്പൊ അവർക്ക് അവരുടെ ലോജിക്കൽ തിങ്കിങ് പോയി കൂടുതലായിട്ടും, അതുപോലെ തന്നെ എപ്പോൾ വേണമെങ്കിലും എക്സ്പ്ലോഡ് ചെയ്യാം. അതാണ് ഒരു ചെറിയ ട്രിഗറിൽ അവർ എക്സ്പ്ലോഡ് ചെയ്യത്തക്ക രീതിയിലാണ് അവർ ജീവിക്കുന്നത് അല്ലെങ്കിൽ അവരുടെ പ്രവർത്തനങ്ങൾ. അപ്പൊ ആ ബ്രെയിനിന്റെ അമിഗ്ഡാലയുടെ ആ പ്രവർത്തനത്തെ കുറെ കൂടി കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മളുടെ ഫ്രീ ഫ്രണ്ടൽ കോർട്ടക്സിന്റെ പ്രവർത്തനത്തിനും നമ്മളുടെ കോഹിയറന്റ് ബ്രീത്തിങ് സഹായിക്കും. ഓക്കെ, അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ബ്രത്തിൽ നമ്മൾ നമ്മൾ ശ്രദ്ധിക്കുന്ന സമയത്ത് നമുക്ക് ഭാവിയോ ഭൂതമോ കാലങ്ങളിലേക്ക് നമ്മൾ പോകുന്നില്ല. നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ ഒരു തലത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നില്ല. കാരണം നമ്മൾ അവെയർ ആകുന്നത് നമ്മളുടെ ബ്രത്തിലാണ്. ഓക്കെ, ദെൻ അടുത്തത് ഇംപ്രൂവിങ് ഓക്സിജൻ. അത് നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മൾ വളരെ സ്കൂളിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. കൂടുതലായിട്ടും നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. ഓക്സിജൻ ശരീരത്തിലേക്ക് വരുന്നു, കാർബൺ ഡയോക്സൈഡിനെ പുറത്തേക്ക് തള്ളുന്നു. അതുവഴി നമ്മളുടെ ശരീരം സജീവമാകുന്നു, നമ്മളുടെ എല്ലാ സെല്ലുകൾക്കും കൂടുതൽ ജീവൻ കിട്ടുന്നു. ശരീരത്തിന്റെ ക്ലീനിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കൂടുതലായിട്ട് നടക്കുന്നുണ്ട്. ദെൻ അടുത്തത് കാമിങ് ദ ബ്രെയിൻ ആൻഡ് മൈൻഡ്. ഇതിന്റെ പിന്നിൽ ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ഡിസ്റ്റർബൻസ് കുറയ്ക്കുന്നു, നമ്മളുടെ ആങ്സൈറ്റി കുറയ്ക്കുന്നു, സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ ചിന്തകൾ നമ്മുടെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്നതിന് തീർച്ചയായിട്ടും ഈ കോഹിയറന്റ് ബ്രീത്തിങ് അല്ലെങ്കിൽ മൈൻഡ്ഫുൾ കോഹിയറന്റ് ബ്രീത്തിങ് നമ്മളെ സഹായിക്കും. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ, ഇൻഹെയിൽ സ്ലോലി, നമ്മൾ ശാന്തമായിട്ട് വളരെ ഡീപ്പായിട്ട് നമ്മൾ ബ്രെത്ത് എടുക്കുന്നു. എങ്ങനെയാണ് എത്ര സെക്കൻഡ്, മിനിറ്റ് അല്ല സെക്കൻഡ്, അതായത് 5 നമുക്ക് എടുക്കാം. 5 സെക്കൻഡാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ 5 സെക്കൻഡ് നമ്മൾ നിശ്വസിക്കുക. 6 സെക്കൻഡ് നമ്മൾ എടുക്കുന്നെങ്കിൽ 6 സെക്കൻഡ് നമുക്ക് നിശ്വസിക്കാൻ നമുക്ക് സാധിക്കും. അതിനുശേഷം സ്ലോലി എക്സൈൽ സ്ലോലി, ബ്രീത്ത് ഔട്ട് ത്രൂ യുവർ നോസ്. ഞാൻ എപ്പോഴും പറയുന്നു, അതായത് സാധാരണഗതി ഞാൻ പഠിച്ചിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്കറിയാവുന്നതനുസരിച്ച് ശ്വാസം മൂക്കിലൂടെ എടുക്കുക, മൂക്കിലൂടെ പുറത്തേക്ക് വിടുക എന്നുള്ളതാണ്. അപ്പൊ അതുകൊണ്ട് വായിലൂടെ ചിലർ അത് പറയുന്നുണ്ട്. അതേക്കുറിച്ച് ഞാൻ അങ്ങനെ ഡിസ്പ്യൂട്ട് ഒന്നും നമുക്ക് ആവശ്യമില്ല, കാരണം അതിനകത്ത് ഞാൻ ഇൻവോൾവ് ആകുകയില്ല. സോ എടുക്കുന്ന സമയം എത്രയോ അത്രയും നമ്മൾ നിശ്വസിക്കുന്നു. അതിപ്പം 5 സെക്കൻഡ് ആകാം, അല്ലെങ്കിൽ 6 സെക്കൻഡ് ആകാം. അപ്പൊ അത് ഓരോരുത്തരുടെ ആകാം. ഇനിയിപ്പോ എണ്ണിക്കൊണ്ട് എടുക്കണമെന്നില്ല, എങ്കിലും ലങ്സ് ഒന്ന് ഫില്ല് ചെയ്യത്തക്ക രീതിയിൽ നമുക്കത് ഓരോരുത്തർക്കും കാൽക്കുലേറ്റ് ചെയ്തെടുക്കാം എത്ര സമയമാണെന്നുള്ളത്. ഓക്കെ, ദെൻ അടുത്തത് മെയിൻറ്റെയിൻ എ സ്റ്റഡി റിതം. നമ്മൾ 5 അല്ലെങ്കിൽ 6 സെക്കൻഡ് എടുക്കുന്നു, ശ്വസിക്കുന്നു, അതുപോലെ നിശ്വസിക്കുന്നു. അത് ഒരു സ്റ്റഡി ബ്രീത്തിങ് റിതത്തിലേക്ക് കൊണ്ടുവരിക. അത് അങ്ങനെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 10 അല്ലെ 12 പ്രാവശ്യം 1 മിനിറ്റിൽ നമ്മൾ ശ്വസിച്ചാൽ മതി. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഒത്തിരി പ്രയോജനങ്ങൾ, ഈ പറഞ്ഞ ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞ അത് കാർഡിയോവാസ്കുലർ ആയിട്ടുള്ളത്, അല്ലെങ്കിൽ ഫ്രെനിക് നമ്മളുടെ നെർവസ് സിസ്റ്റം, വാഗസ് നെർവസ് സിസ്റ്റം, ദെൻ നമ്മളുടെ അമിഗ്ഡാലയെ നമുക്ക് കുറെ കൂടെ ശാന്തമാക്കാൻ പറ്റും. ഇങ്ങനെയൊക്കെയുള്ള ഒത്തിരി കാര്യങ്ങൾ ഞാൻ പറഞ്ഞല്ലോ, അതിലെല്ലാം സഹായിക്കും. ഇത് കുറച്ച് നാൾ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു സിസ്റ്റം, നിങ്ങളിപ്പം ഞാൻ പല ബ്രീത്തിങ്ങിനെ കുറിച്ച് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞു.
4 ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്തു. ബോക്സ് ബ്രീത്തിങ്, ട്രയാങ്കിൾ ബ്രീത്തിങ്, അല്ലെ 4-7-8 ബ്രീത്തിങ്. ഇതിലേതാണ് ഓരോരുത്തർക്ക് വേണ്ടതെന്ന് അവരവരുടെ ആരോഗ്യസ്ഥിതിയും അവരവരുടെ പ്രായം, ശാരീരികമായിട്ടുള്ള അവസ്ഥ ഇതെല്ലാം അനുസരിച്ച് ഓരോരുത്തർക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഓക്കെ, ദെൻ ബെനിഫിറ്റ്സ്. ഒന്നാമത്തേത് നമ്മളുടെ ഏറ്റവും ആദ്യത്തെ ഡിസെൻഗേജസ് അവർ ഫ്ലൈറ്റ് ഓർ ഫൈറ്റ് മോഡ്. അത് നമ്മളുടെ അതായത് നമുക്ക് ആ സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആ സിറ്റുവേഷനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട് വരും. സിമ്പിൾ ആയിട്ടുള്ള റീസൺ, അത് വെറും അതിനൊത്തിരി ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കേണ്ട സിമ്പിൾ ആയിട്ടുള്ള ആണ് നമ്മളുടെ ശ്രദ്ധ ആ മൊമെന്റിലേക്ക് വരുന്നു. ആ ബ്രീത്തിങ്ങിൽ നമ്മൾ കൂടുതലായിട്ട് നമ്മൾ എന്താണ് ഫോക്കസ് എന്നോ ശ്രദ്ധ എന്നോ കോൺസെൻട്രേഷൻ എന്നുള്ള വാക്കല്ല, അവയർനെസ്. അതാണ് നമ്മൾ അതേക്കുറിച്ച് കൂടുതൽ അവെയർ ആകുന്നു. അപ്പൊ നമുക്ക് ഭാവി ഭൂതകാലങ്ങളിൽ നിന്ന് നമ്മൾ ആകുന്നു. പെട്ടെന്നുള്ള നമ്മുടെ ആ ഫൈറ്റ് എന്താണ് നമ്മളുടെ ഫിയർ ഒക്കെ നമുക്ക് റെഡ്യൂസ് ചെയ്യാൻ പറ്റും. ദെൻ അടുത്തത് എന്താണ് ഇംപ്രൂവ്സ് ഫോക്കസ്. ഇത് ഫോക്കസ് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പലപ്പോഴും കുട്ടികൾക്ക് തന്നെ പരീക്ഷ എടുക്കുമ്പോഴേക്കും നമ്മൾ ഫോക്കസ് ചെയ്യുന്നതിനെ പറ്റി അല്ലെങ്കിൽ കൂടുതൽ കോൺസെൻട്രേഷൻ കിട്ടുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ പറയും. ഇതിങ്ങനെ കുറച്ച് ഈ ബ്രീത്തിങ് എക്സസൈസ്, പ്രത്യേകിച്ച് കോഹിറന്റ് ബ്രീത്തിങ് അവരെ പഠിപ്പിക്കണം. പെട്ടെന്ന് വന്നേ 5 മിനിറ്റ് നമുക്ക് ബ്രീത്ത് ചെയ്യാവുന്ന, അല്ലെ ഇതാണ് അതിന്റെ ബ്രീത്തിങ് ടെക്നിക്ക് എന്നല്ല, അവരെ പ്രോത്സാഹിപ്പിക്കണം. അതിന് പരീക്ഷയ്ക്ക് മുമ്പ് അതിന് മാസങ്ങൾക്ക് മുൻപ് അവരെ പഠിപ്പിക്കണം. അതല്ലാതെ പരീക്ഷ വരുന്ന ആ ആഴ്ചയിൽ അല്പം ബ്രീത്തിങ് അങ്ങ് നടത്തിക്കളയാം എന്ന് വിചാരിച്ച് മാതാപിതാക്കന്മാർ പറയുക ചെയ്തിട്ട് കാര്യമില്ല. ഇത് മാതാപിതാക്കൾക്ക് നമ്മൾക്ക് ഏത് പ്രായത്തിലുള്ളവർക്കും കൂടുതൽ കാര്യങ്ങളിൽ നമുക്ക് ഫോക്കസ് ചെയ്യുന്നതിന്, നമ്മളുടെ ഓർമ്മകൾ, അതുപോലെ തന്നെ നമുക്ക് കൂടുതലായിട്ട് പർപ്പസ് അല്ലെങ്കിൽ മീനിങ് ഇതൊക്കെ കണ്ടുപിടിച്ച് ജീവിക്കുന്നതിന് നമ്മളെ സഹായിക്കും. പിന്നെ അടുത്തത് ക്വാളിറ്റി ഓഫ് സ്ലീപ്പാണ്. ഉറക്കക്കുറവുള്ളവർ അങ്ങനെയുള്ള ആളുകൾക്ക് കൂടുതൽ ഉറക്കം കിട്ടുന്നതിന് വേണ്ടി, കാരണം നമ്മുടെ ആ നെർവസ് സിസ്റ്റം മൊത്തം ഇത് എന്താണ് ശാന്തമാകുന്നുണ്ട്. എസ്പെഷ്യലി നമ്മൾ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തിന്റെ അല്ലെങ്കിൽ ആ ഒരു ഇതിലേക്ക് നമ്മൾ ആ മോഡിലേക്ക് നമ്മൾ പയ്യെ വരികയാണ് ചെയ്യുന്നത്. ദെൻ റെഡ്യൂസസ് മസിൽ ടെൻഷൻ. പല ആളുകൾക്കും എന്താണ് മസിൽ ടെൻഷൻ കൂടുതലായിട്ട് വരുന്നുണ്ട്. അത് കൂടുതലും പ്രധാനപ്പെട്ട കാരണം നമ്മുടെ സ്ട്രെസ് തന്നെയായിരിക്കും. പിന്നെ രണ്ടാമത്തെ കാരണം വേണ്ടത്ര നമുക്ക് എക്സസൈസ് കുറവുള്ളത് കൊണ്ടാണ്. ഇപ്പം ഞങ്ങളുടെയൊക്കെ എൻ്റെ ആരെങ്കിലും കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ എൻ്റെ ബന്ധുക്കളൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ വിളിക്കുമ്പോൾ അപ്പടി സന്ധി വേദനയാണ്, അല്ലെ മസിലിന് വേദനയാണ്, ശ്വാസം മുട്ടലാണെന്നൊക്കെ പറയും. അവരങ്ങനെ പറഞ്ഞിട്ട് അവർ ഒതുങ്ങിക്കൂടുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ അവരുടെ ശരീരത്തെ കൂടുതൽ എക്സേർട്ട് ചെയ്യണം. കാരണം അത് കൂടുതലായിട്ട് ഞാൻ പറഞ്ഞ പ്രത്യേകിച്ച് ഒരു 60 വയസ്സൊക്കെ കഴിഞ്ഞവർക്ക് വേണ്ടിയിട്ട് എന്താണ് അവർ ഇരിക്കാനും അല്ലെങ്കിൽ അവരുടെ നമ്മുടെ തുട അല്ലെങ്കിൽ കാലിന്റെ മസിൽസിനൊക്കെയാണ് കൂടുതൽ വീക്ക്നെസ് വരുന്നത്. അത് കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടുള്ള എക്സസൈസുകളൊക്കെ ചെയ്യാനും അങ്ങനെ ഇരിക്കാനൊക്കെ പഠിക്കുക. ഒരു കസേരയിൽ ഇരിക്കുന്ന പോലെ ചെന്നിട്ട് കസേരയിൽ ഇരിക്കാതെ വീണ്ടും അങ്ങനെ പൊങ്ങി വരിക. അങ്ങനെയൊക്കെ അത് ചെയ്യുമ്പോഴേക്കും കൂടുതൽ മസിൽസിന് പ്രത്യേകിച്ച്, അതുകൊണ്ടാണ് പല ആളുകളും ഈ മസിൽസ് നമ്മളുടെ തുടയുടെയും കാലിന്റെയും മസിൽസ് വീക്ക് ആയതുകൊണ്ടാണ് പലപ്പോഴും 60-70 വയസ്സുള്ള ആളുകളൊക്കെ ചിലപ്പോൾ വീഴുന്നത്, അല്ലെ അതിൽ കൂടുതലൊക്കെ പ്രായമുള്ളവർ വീഴുന്നതും ആ വീഴ്ചയോടുകൂടി ഒത്തിരി പേര് മരിച്ചു പോകാറുണ്ട്. ദെൻ ലോവർ ഹാർട്ട് റേറ്റ് നമ്മളുടെ ആ ഇതുണ്ടല്ലോ, നമ്മളുടെ ഫൈറ്റ് ഫ്ലൈറ്റ് അല്ലെങ്കിൽ നമ്മൾ എക്സൈറ്റഡ് ആകുന്ന സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള സമയത്ത് നമ്മളുടെ ഹാർട്ട് റേറ്റ് കൂടും, അല്ലെങ്കിൽ ബ്ലഡ് പ്രഷർ കൂടും. ഇതൊക്കെ കുറയ്ക്കുന്നതിനും നമുക്ക് കൂടുതലായിട്ട് ശാന്തമായിട്ട് നമ്മുടെ ശരീരത്തെ, അതുപോലെ നമ്മുടെ ആ സ്ട്രെസ്ഫുൾ അല്ലാത്ത ഒരു ജീവിതം നയിക്കുന്നതിന് നമ്മളെ സഹായിക്കും. ദെൻ ഇൻക്രീസസ് ഹാർട്ട് റേറ്റ് വേരിയബിലിറ്റി, അതിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ ഇംപ്രൂവ്സ് റെസ്പിറേറ്ററി ഫങ്ഷൻസ്. ബ്രീത്തിങ് നടത്തുക, ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാൻ പഠിക്കുക, അതുപോലെ തന്നെ ഹോൾഡ് ചെയ്യാൻ പഠിക്കുക. അതും നമ്മളുടെ ലങ്സിന്റെ ആ കപ്പാസിറ്റി അല്ലെങ്കിൽ അതിനെ ഒന്ന് കുറെ കൂടി ശക്തമാക്കുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും. പലപ്പോഴും പല ആളുകൾക്കും ബ്രീത്തിങ്ങിനെ ഹോൾഡ് ചെയ്യാൻ സാധിക്കില്ല. ശ്വസിക്കാൻ പറ്റുന്നുണ്ട്. ശ്വസിക്കുക എന്നുള്ളത് അതൊരു നമ്മുടെ ഒരു ശരീരത്തിന്റെ ഒരു ഫംഗ്ഷനാണ്, നമ്മൾ അറിഞ്ഞും അറിയാതെയും. പക്ഷേ ഇതുപോലെയുള്ള അതാണ് നമ്മൾ മസിൽസിനെ നമ്മൾ കൂടുതൽ ബലവത്താക്കണമെന്ന് പറയുന്നത് എന്തിനാണ്? നമ്മളുടെ ശരീരത്തിന് കൂടുതൽ ശക്തി കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് ആ മസിൽസ്. അതുപോലെ തന്നെ ഇത് തന്നെയാണ് നമ്മളുടെ ലങ്സിന്റെ മസിൽസ് അല്ലെങ്കിൽ ലങ്സിന്റെ ആ കപ്പാസിറ്റി മാക്സിമം ഉപയോഗിക്കുന്നതിന് വേണ്ടിയിട്ട്. ഇന്നത്തേതിനകത്ത് നമ്മൾ കോഹിറന്റ് ബ്രീത്തിങ്ങിനകത്ത് നമ്മൾ ഹോൾഡ് ചെയ്യുന്നില്ല, പക്ഷെ നമ്മൾ 4-7-8 ഒക്കെ ആണെങ്കിൽ അതിനകത്ത് നടക്കും. Then it relaxes the whole body and then diaphragm movements കൂടുതൽ ഉണ്ടാക്കുന്നതിന് സഹായിക്കുന്നു. Then exchanges healthier blood circulation.
ശരീരത്തിൽ എല്ലായിടത്തും നന്നായിട്ട് നല്ല ബ്ലഡ് സർക്കുലേഷന് വേണ്ടി സഹായിക്കും. അതോടൊപ്പം തന്നെ ബ്ലഡ് പ്രഷർ കുറയ്ക്കുകയും ചെയ്യും. then അടുത്തത് ഡിക്രീസ് സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി. അതിന്റെ കാരണം ഇതാണ്, നമ്മളുടെ ചിന്തകളിൽ അല്ലെങ്കിൽ അതുപോലെയുള്ള ആ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകാതെ നമ്മൾ പ്രസന്റ് മൊമെന്റിൽ വരാൻ നമ്മളെ സഹായിക്കുന്ന ആ രീതി നമുക്ക് സഹായിക്കുന്നു. സ്ട്രെസ് ആൻഡ് ആൻസൈറ്റി ഒട്ടും തന്നെ ഇല്ലെന്ന് ആക്കാൻ നമുക്ക് സാധിക്കും. ആക്ടിവേറ്റ്സ് ദി വാഗസ് നെർവ് വിച്ച് എൻഗേജസ് ദി പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം. അതാണ് നമ്മളുടെ പാരാസിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റത്തെ കൂടുതലായിട്ട് സിസ്റ്റത്തെ കൂടുതൽ ആക്ടിവേറ്റ് ചെയ്യുന്നതാണ്. എന്ന് പറഞ്ഞാൽ ആക്ടിവേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൂടുതൽ നമ്മുടെ ശരീരം ശാന്തമാകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. അതിനു വേണ്ടിയിട്ട് അത് സഹായിക്കും. ദെൻ ഇൻക്രീസസ് ഇമോഷണൽ റെഗുലേഷൻ. ഞാൻ പറഞ്ഞല്ലോ, കൂടുതൽ നമ്മൾ ഫൈറ്റ് ഫ്ലൈറ്റ് മോഡിലേക്ക് പോകാത്തത് കൊണ്ട് നമ്മളുടെ ഇമോഷണൽ ആയിട്ടുള്ള ആ റെഗുലേഷനെ അത് സഹായിക്കും. അപ്പം ദാറ്റ് മീൻസ് നമ്മൾ കുറെ കൂടെ എപ്പോഴും നമ്മൾ ശാന്തരായിരിക്കും. നമ്മളുടെ മാനസികവും ശാരീരികമായിട്ടുള്ള ശാന്തത നമുക്ക് നിലനിർത്താൻ സാധിക്കും. യൂസ് മെഡിറ്റേഷൻ ഫോർ ആങ്കർ ഓർ മൈൻഡ്ഫുൾനെസ്. നമ്മളുടെ മെഡിറ്റേഷന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. അതുപോലെ തന്നെ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർക്ക് റെക്കമെൻഡ് ചെയ്യുന്നതാണ്. ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി എന്ന് പറയുന്നതും ഒരു വാക്കിൽ ഞാൻ പറയാം, അതായത് കൂടുതലും സംശയരോഗങ്ങളാണ്. സംശയരോഗങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വേണ്ടത്ര റെക്കഗ്നീഷൻ കിട്ടുന്നില്ല, അല്ലെങ്കിൽ എന്നെ മറ്റുള്ളവർ സ്വീകരിക്കുന്നില്ല, ബഹുമാനിക്കുന്നില്ല, ഇങ്ങനെയൊക്കെയുള്ള ഇത് മുഴുവനല്ല. ഇതേക്കുറിച്ചൊന്നും കൂടുതൽ എനിക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഇന്ന് പറയാൻ പറ്റിയില്ല. എങ്കിലും സൈക്കോളജി പഠിച്ചിട്ടുള്ള നിങ്ങൾക്ക്, അല്ലെങ്കിൽ കൗൺസിലിങ്ങിലൊക്കെ കൂടുതലായിട്ട് ദിവസവും ചെയ്യുന്ന നിങ്ങൾക്ക് അറിയാൻ പറ്റും, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഉള്ളവർക്ക് ഇത് വളരെ റെക്കമെൻഡ് ആയിട്ടുള്ള ഒരു മെഡിറ്റേഷൻ രീതിയാണ്. അല്ലെങ്കിൽ മെഡിറ്റേഷൻ എന്നതിനേക്കാൾ ഒരുപക്ഷെ അവരോട് വേണമെങ്കിൽ ഈ ബ്രീത്തിങ് നമുക്ക് അവർക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. then improves the depression symptoms ആൻഡ് symptoms of depression. അത് കുറയ്ക്കുന്നതിന് സാധിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രത്യേകിച്ച് ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡർ ഉള്ളവർ, അല്ലെങ്കിൽ മറ്റതുപോലെ ഏതെങ്കിലും തരത്തിലുള്ള സ്ട്രെസ്ഫുൾ ആയിട്ടുള്ള ആളുകൾ, അല്ലെങ്കിൽ ഡിപ്രസീവ് ആയിട്ടുള്ള ചിന്തകളുള്ള ആളുകൾക്ക്, കാരണം അവർക്ക് അതിൽ നിന്നൊന്നും മാറി നിൽക്കണമെങ്കിൽ, അല്ലെങ്കിൽ അവർക്കൊന്ന് മാറ്റം വേണമെന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഈ ബ്രീത്തിങ് എക്സസൈസിലൂടെ അവർക്ക് സാധിക്കും. then increases ഗാമ ആമിനോബോട്രിക് ആസിഡ് എന്ന് പറയും, അല്ലെങ്കിൽ ഗാബ എന്ന് പറയുന്നത്. അതായത് അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. അത് നമ്മളുടെ ബ്രെയിനും അതുപോലെ തന്നെ മറ്റതുപോലുള്ള ശരീരഭാഗങ്ങളെ, സെൻട്രൽ നെർവസ് സിസ്റ്റത്തെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒന്നാണ്. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ ഗാബ അല്ലെങ്കിൽ അതെങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രൊഡ്യൂസിങ് കാമിങ് എഫക്റ്റ് ഉണ്ടാകും. നമ്മൾ കൂടുതൽ നമ്മളുടെ സെൻട്രൽ നെർവസ് സിസ്റ്റത്തെയോ, അല്ലെങ്കിൽ നമ്മളുടെ എസ്പെഷ്യലി സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് നമ്മൾ പോയി അവിടെ കൂടുതൽ വന്നിട്ട് നമ്മൾക്ക് നമ്മുടെ ഹൈപ്പർ ആക്റ്റീവ് ആയിട്ടുള്ള പ്രവർത്തനം നമ്മളുടെ ശരീരത്തിൽ ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ്. ആ ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ശാന്തമാക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അത് കൂടുതൽ ഇതിവിടെ കൂട്ടുകയല്ല, കുറയ്ക്കുകയല്ല, കൂട്ടുകയാണ് ചെയ്യുന്നത്. ആൻഡ് അത് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഈ ബ്രീത്തിങ് എക്സസൈസ്, പ്രത്യേകിച്ച് മൈൻഡ്ഫുൾ ആയിട്ട് പലപ്പോഴും നമ്മൾ ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ഓടുകയോ എക്സസൈസ് ചെയ്യുകയോ, അല്ലെങ്കിൽ നമ്മൾ മറ്റേതെങ്കിലും തരത്തിലുള്ള ഒരു അപകടം കണ്ടു അതിൽ നിന്ന് എക്സൈറ്റഡ് ആയിട്ട്, അല്ലെങ്കിൽ നമുക്ക് കഥയ്ക്കുന്ന അതും ഇതുമായിട്ട് നമുക്ക് കൂടുതലായിട്ട് നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം ഇവിടെ ചെയ്യുന്നതാണ്, നമ്മൾ അവയർനെസ്സോട് കൂടി ചെയ്തെങ്കിൽ മാത്രമേ ആ ഡീപ്പ് ബ്രീത്തിങ്ങിന്റെ എഫക്റ്റ് നമുക്ക് ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ നമുക്കൊന്നും കിട്ടിയല്ല. ഇപ്പൊ ഓടുന്ന ഒരാള് മൈൻഡ്ഫുൾ ആയിട്ട് ബ്രീത്തിങ് കൂടെ ചെയ്തെങ്കിൽ മാത്രമേ അയാൾക്ക് ശരിക്കുള്ള ആ ബ്രീത്തിങ്ങിന്റെ, കോഹറന്റ് ബ്രീത്തിങ്ങിന്റെ, മൈൻഡ്ഫുൾ ബ്രീത്തിങ്ങിന്റെ ആ എഫക്റ്റ് ഉണ്ടാകുകയുള്ളൂ. അല്ലെങ്കിൽ ഓടുന്നു, കഥയ്ക്കുന്നു, അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു സന്ദർഭം ഉണ്ടായാൽ അത് ചിലപ്പോൾ അവര് ശ്രദ്ധിക്കാതെ മൂക്കിലൂടെയോ വായിലൂടെയോ ഒക്കെ ആയിരിക്കും അവർ ശ്വസിക്കുന്നത്, അവരുടെ ശാരീരികമായിട്ടുള്ള ആ സമയത്തെ നീഡ് അനുസരിച്ച്. അതുകൊണ്ട് ഉപകാരമില്ല. പക്ഷെ ഇങ്ങനെയുള്ള ഇത് ഓടുമ്പോഴാണെങ്കിലും, അതാണ് റണ്ണിങ് ചെയ്യുന്ന സമയത്ത് ലോകത്തിലുള്ള ഈ നമ്മളുടെ ഒളിമ്പിക്സ് അതുപോലുള്ള സ്പോർട്സ് താരങ്ങളെ മൈൻഡ്ഫുൾ ആയിട്ട് ട്രെയിൻ ചെയ്യുന്ന ആൾക്കാരുണ്ട്. സ്പോർട്സ് ഡോക്ടർമാർ, അല്ലെങ്കിൽ ഇതിനോട് ബന്ധപ്പെട്ടവരൊക്കെ സ്പോർട്സുകാരെ എല്ലാ വിധത്തിലുള്ളവരുണ്ട്. വാക്കിംഗ്, റണ്ണിങ് ഇതുപോലെയുള്ള, അല്ലെങ്കിൽ ഒളിമ്പിക്സിലുള്ള മറ്റതുപോലുള്ള മാരത്തോൺ, ഇങ്ങനെയൊക്കെ ഉള്ളവർക്കൊക്കെ ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞ ഇത് കൃത്യമായിട്ട് ഇതല്ല ഉദ്ദേശിക്കുന്നത്. മൈൻഡ്ഫുൾ ആയിട്ടുള്ള
ആ ഒരു ശ്രദ്ധയോട് അവയർനെസ്സോട് കൂടി ചെയ്യാനും അവർക്ക് കൂടുതൽ എന്താണ് സ്ട്രെസ്ഫുൾ ആകാതെ ആ ബ്രീത്തിങ് അല്ലെങ്കിൽ അവരുടെ ആ സ്പോർട്സ് ഐറ്റംസ് നന്നായിട്ട് ചെയ്യുന്നതിന് സാധിക്കും. ദെൻ കൺട്രോൾസ് ദി ലെവൽസ് ഓഫ് സിറ്റോക്കിൻ എന്ന് പറയും. സിറ്റോക്കിൻ എന്ന് പറയുന്നത് കൂടുതലായിട്ട് നമ്മളുടെ സെല്ലുകൾ ഡിവൈഡ് ചെയ്യുന്ന സമയത്ത്, അതുപോലെ തന്നെ ആ ബ്ലഡ് സർക്കുലേഷൻ ഇതിലൊക്കെ ഉണ്ടാകുന്നതാണ്. ഇത് പ്രത്യേകിച്ച് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. അപ്പൊ അത് കൂടി വരുമ്പോഴേക്കും നമ്മളുടെ ആ എന്താണ് പ്രൊപ്പോർഷണൽ അല്ലാതെ നമ്മളുടെ ശരീരത്തിലുള്ള സെല്ലുകളുടെ ആ ഡിവിഷൻസ് ചിലപ്പോൾ നടക്കും. അങ്ങനെയാണ്. അത് വേണമെങ്കിൽ കൂടി എക്സ്ട്രീമിലേക്ക് പോയി കഴിഞ്ഞാൽ ബ്ലഡ് ക്യാൻസർ അതുപോലുള്ള പല രീതികളുണ്ടാകാം. അപ്പൊ ഇത് എന്ത് ചെയ്യുന്നു? കൺട്രോൾസ് ദി ലെവൽ. അത് ഉദ്ദേശിക്കുന്നത് കൂടുതലും അതായത് നമ്മളുടെ ശരീരത്തിലെ കൂടുതലായിട്ടുള്ള ആ സിറ്റോക്കിന്നിന്റെ ആ എന്താണ് അതിന്റെ പ്രവർത്തനത്തെ കൺട്രോൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഇതാണ് സഹായിക്കുന്നതാണ്. ഇതിന് ക്യാൻസർ ട്രീറ്റ്മെന്റിന്റെ ഒരു ഭാഗമായിട്ട് ഈ സിറ്റോക്കിൻ എന്ന് പറയുന്ന ഈ ഒരു എന്താണ് പ്രോട്ടീൻ, ആ പ്രോട്ടീനിനെ കൂടുതൽ ബൂസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ അതിനെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ട്, ബൂസ്റ്റ് ചെയ്യാന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് കൂടുതൽ ഉയർത്താനല്ല, താഴ്ത്തുന്നതിന് വേണ്ടിയിട്ട് ഡോക്ടർമാർ അതിന് പറ്റാത്ത തരത്തിലുള്ള മെഡിസിൻസ് അല്ലെങ്കിൽ ട്രീറ്റ്മെന്റ് ടാബ്ലറ്റ്സ് അതുപോലുള്ള മെഡിസിൻ ഒക്കെ കൊടുക്കാറുണ്ട്. ഇത് നമ്മളുടെ ബോഡിയുടെ എന്താണ് നമ്മളുടെ റെസിസ്റ്റൻസ് എന്ന് പറയാം, അല്ലെങ്കിൽ നമ്മളുടെ ആ ഇതുണ്ടല്ലോ നമ്മളുടെ ശരീരത്തിന് കൂടുതലായിട്ട്, അല്ലെങ്കിൽ നമ്മളുടെ ശരീരത്തെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ക്യാൻസർ സെല്ലുകളുടെ ആക്രമണങ്ങളെ നേരിടുന്നതിനും അതുപോലെ തന്നെ ബ്ലഡ് സെൽസിന്റെ ആ കൃത്യമായിട്ടുള്ള ആ ലെവലിലുള്ള ഒരു ഡിവിഷൻസ് അല്ലെങ്കിൽ അത് റെസിസ്റ്റൻസിന് കൂട്ടുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കും. ഓക്കെ, ടേക്ക് ഹോം മെസ്സേജ് ഇത്രയേ ഉള്ളൂ. അതായത് കോഹറന്റ് ബ്രീത്തിങ് ഈസ് എ പവർഫുൾ ടെക്നിക് ദാറ്റ് ക്യാൻ ഇംപ്രൂവ് യുവർ മെന്റൽ ആൻഡ് ഫിസിക്കൽ ഹെൽത്ത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനി ക്വസ്റ്റ്യൻ ആൻസറിലേക്ക് പോകാം. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. കോഹറന്റ് ബ്രീത്തിങ്ങിനെ കുറിച്ചാണ് സംസാരിച്ചത്. എന്തെങ്കിലും സംശയങ്ങൾ ഇതിനകത്തുണ്ടെങ്കിൽ ചോദിക്കാം. ഒരു മെഡിറ്റേഷനും എൻ്റെ പുറകിലുണ്ട്. എന്തെങ്കിലും ഡൗട്ട്സ്, എനി കമന്റ്സ്? ഈ വിഷയത്തെ കുറിച്ച് നേരത്തെ പ്ലാറ്റ്ഫോമിൽ ക്ലാസ് എടുത്തിട്ടുണ്ടോ സാറേ? ഇല്ല സാർ, ഇല്ല. എന്തെങ്കിലും കമന്റ്സ് അല്ലെങ്കിൽ നമുക്ക് മെഡിറ്റേഷന് പോയതിനു ശേഷം നമുക്ക് സംസാരിക്കാം. സാറേ ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. സാറേ ഇവിടെ പറഞ്ഞത് കൺട്രോൾസ് ദി ലെവൽസ് ഓഫ് സൈറ്റോകൈൻസ് എന്ന് പറയുന്നത് അതിന്റെ ഒരു ഡൗട്ടാണ്. സൈറ്റോകൈൻസ് എന്ന് പറയുന്ന ഒരു പ്രോട്ടീൻ ആണ് അല്ലേ സാറേ? സാർ പറഞ്ഞു അതൊരു പ്രോട്ടീൻ ആണ്. പ്രോട്ടീൻ അത് ചോദിക്കും, അത് കഴിഞ്ഞിട്ട് ഞാൻ മറുപടി പറയാം. പ്രോട്ടീൻ ആണ്. അപ്പൊ അത് ക്യാൻസർ സെൽസിനെ പെട്ടെന്ന് ഡിവൈഡ് ചെയ്ത് സ്പീഡ് കൂടിയാണല്ലോ ക്യാൻസർ സെൽസ് പെട്ടെന്നാണല്ലോ മൾട്ടിപ്ലൈ ചെയ്ത് പോകുമല്ലോ. അപ്പൊ അതിനെ കൺട്രോൾ ചെയ്യുന്നതിന് ഈ സൈറ്റോകിൻസ് എന്ന് പറയുന്നത് സഹായിക്കും അല്ലേ സാർ? ഈ പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ക്യാൻസർ സെല്ലുകളെ അല്ലെങ്കിൽ ആ ഡിവിഷനൊക്കെ ഉള്ള ഒരു ഇമ്മ്യൂൺ സിസ്റ്റം ആയിട്ടാണ് അത് വർക്ക് ചെയ്യുന്നത്, ഈ പ്രോട്ടീന്. അപ്പൊ അത് സഹായിക്കുന്നുള്ളത് നമുക്ക് കൂടുതൽ ഇമ്മ്യൂണിറ്റി കിട്ടും. അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അല്ലെങ്കിൽ അതാ. ഓക്കെ, ഇനി ചോദിച്ചോളൂ. സോറി. അപ്പൊ അത് കൺട്രോൾ ദി ലെവൽസ് ഓഫ് സൈറ്റോകിൻസ് എന്നാണ് പറഞ്ഞത് സാർ. അപ്പൊ അത് സൈറ്റോകിൻസിന്റെ ലെവലിനെ കൺട്രോൾ ചെയ്യുന്നു എന്നാണ് എനിക്ക് മനസ്സിലായത്. ഈ ക്യാൻസർ സെൽസിനെ ഡിവിഷൻ സ്പീഡപ്പ് ചെയ്യാതിരിക്കാൻ ഈ സൈറ്റോകിൻസ് സഹായിക്കും അല്ലേ സാറേ? യെസ്, അതെ, അത് തന്നെയാണ് ഞാൻ ഉദ്ദേശിച്ചതും. അത് അങ്ങനെയാണ് പറഞ്ഞതെന്നാണ് ഞാൻ കരുതുന്നത്. ഞാൻ തന്നെ പറഞ്ഞത് ഇപ്പോൾ. സൈറ്റോകൈൻസ് എന്ന് വെച്ചാൽ നമ്മളുടെ ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കുന്ന ആ ഒരു വാരിയേഴ്സ് ആണല്ലോ അല്ലേ? അതെ. ഓക്കെ സാറേ, അത് അവിടെ ഒരു ഡൗട്ട് തോന്നിയത്. ഓക്കെ. ചില സമയത്ത് ഞാൻ ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞു, അല്ലെങ്കിൽ റെഡ്യൂസ് ചെയ്യാന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇത് നിങ്ങളത് ഞാൻ ബൂസ്റ്റ് ചെയ്യാന്ന് പറയുമ്പോൾ അത് ചിലപ്പോൾ ഒരുപക്ഷെ നമ്മൾ എപ്പോഴും ബൂസ്റ്റ് ചെയ്യാന്ന് പറഞ്ഞാൽ ഉയർത്തുക എന്നുള്ളതാണ്. അതല്ല, ചില സമയത്ത് അത് റെഡ്യൂസ് ചെയ്യുന്നു, അല്ലെ അത് ബാലൻസ് ചെയ്യുന്നു, കൺട്രോൾ ചെയ്യുന്നു, സിങ്ക്രണൈസ് ചെയ്യുന്നു. ആ അർത്ഥത്തിലാണ് ഞാനിത് ഇവിടെ പല കാര്യങ്ങളും ഞാൻ പറഞ്ഞത്. ഓക്കെ സാർ. ഓക്കെ, താങ്ക് യു സാർ. മീനാക്ഷി മാം എന്തെങ്കിലും പറയുന്നു? സർ, ഞാൻ ആക്ച്വലി ഭയങ്കരമായിട്ട് സർപ്രൈസ്ഡ് ആണ്. ഈ ഓരോ ബ്രീതിങ് സിസ്റ്റം അതെങ്ങനെയൊക്കെയാണ് നമ്മളുടെ ബോഡിയിൽ എന്തെല്ലാം ചേഞ്ചസ് ഇല്ലെങ്കിൽ എന്തെല്ലാം രീതിയിൽ ബെനിഫിഷ്യൽ ആയിട്ട് ഇരിക്കുകയാണ് എന്നുള്ളത് നമ്മൾക്ക് ഒരു ഐഡിയ ഇല്ലല്ലോ.
ഇതിപ്പോ ഓരോ തരം ബ്രീതിങ് നമ്മൾ കേൾക്കുമ്പോൾ അതിൽ നിന്നും പുതിയ പുതിയ ഒരുപാട്, പ്രത്യേകിച്ചും അതിൽ ആ ആങ്സൈറ്റിയുടെ ഫൈറ്റ് ഓഫ് ഫ്ലൈറ്റ് എന്ന് പറഞ്ഞത്, ഡിപ്രഷൻ, ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി ഡിസോർഡറുടെ കാര്യം പറഞ്ഞത്, അതൊക്കെ സത്യത്തിൽ ന്യൂസ് ടു മീ. ഞാൻ ഇന്ന് വരെ കേട്ടിട്ടില്ല ഇങ്ങനെ ഒരു കാര്യം നമ്മൾ എവിടെയെങ്കിലും പറയുന്നതായിട്ട്. അപ്പോ എന്താ പറയാ, ബിഗ് സല്യൂട്ട് ടു ആന്റണി ജി. നിങ്ങൾ റിസർച്ച് ചെയ്ത് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ ഞങ്ങളെ പഠിപ്പിക്കുന്നതിന് താങ്ക് യു സോ മച്ച്. വേർഡ്സ് ഇല്ല ആക്ച്വലി നിങ്ങളുടെ എന്താ പറയാ നോളജിന്റെ ആ ഒരു ഇതിനെ നോക്കുമ്പോ ഐ എം സോ ഇൻഡെപ്റ്റഡ് ടു യു ബിക്കോസ് യു ഗിവ് us so much of knowledge. Thank you, sir. മീനാക്ഷിജി ഇതിനകത്തല്ലേ സൈക്കോതെറപ്പി അല്ലെങ്കിൽ ആ കൗൺസിലിംഗ് ആ വിഭാഗത്തിലല്ലേ ജോലി ചെയ്യുന്നേ? അതെ. ഓക്കെ ഓക്കെ ഓക്കെ. ശ്വാസം അവയർനെസ് മെയിനാണ് മാം. കാരണം യോഗയും മെഡിറ്റേഷനും നിർബന്ധമായിട്ട് പ്രാക്ടീസ് ചെയ്യണം കൗൺസിലിംഗ് പഠിക്കുന്നതിന് മുമ്പ്. അപ്പോഴേ കൂടുതൽ ഇഫക്റ്റീവ്നെസ് വരുള്ളൂ. ആന്റണി സാർ തന്നെ അതിന് ഉത്തമ ഉദാഹരണമാണ്. ഓക്കെ സാർ, നമുക്ക് മെഡിറ്റേഷൻ. ഇന്ന് ഞാനൊരു വീഡിയോ കഴിഞ്ഞ പ്രാവശ്യത്തെ പോലെ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട്. ഞാനത് അല്പം ക്ഷമ നിങ്ങൾ വേണം. ഞാൻ വീഡിയോ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾക്ക് ക്ഷമ നശിക്കുകയാണെങ്കിൽ ഈ കോഹറന്റ് ബ്രീത്തിങ് ഞാൻ പറഞ്ഞല്ലോ 5 സെക്കൻഡ് അല്ലെ 6 സെക്കൻഡ് കുറച്ച് സമയം നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക ക്ഷമിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ലെറ്റ് us see. സാറേ ഒന്ന് പറയണം, ഞാനിത് ഇതെടുക്കുന്ന സമയത്ത് 1 സെക്കൻഡ് എടുക്കും കേട്ടോ, ഇതെടുക്കാൻ വേണ്ടി. എടുത്തോളൂ സാർ. ഓക്കെ. ഓക്കെ, ഇത് വർക്ക് ചെയ്യുമോ എന്ന് നോക്കാം. കാണാമോ, കേൾക്കാമോ സാറേ? കേൾക്കാം സാർ. യെസ്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് 20 മിനിറ്റ് ഉള്ളതാണ്. നിങ്ങൾക്ക് അതായത് ആ സ്വരത്തിനനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാം. 6 എന്നുള്ളതാണ്. അതായത് 6 സെക്കൻഡ് ശ്വസിക്കുന്നു, 6 സെക്കൻഡ് നിങ്ങൾ നിശ്വസിക്കുന്നു. അതാണ് നമ്മളുടെ ഇത്. ചിലപ്പം അത് 5 സെക്കൻഡ് ശ്വസിക്കുകയും 6 സെക്കൻഡ് നിശ്വസിക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ 5 ആകാം. ഈ വീഡിയോ നിങ്ങൾ കാണുന്നത് ഇതിനനുസരിച്ച് 20 മിനിറ്റ് നിങ്ങൾക്ക് മെഡിറ്റേഷൻ നടത്താം. അപ്പൊ ഇതിന്റെ ആദ്യമേ വേണമെങ്കിൽ ഈ വീഡിയോ കൂടെ കാണുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. അങ്ങനെയാണെങ്കിൽ വിസിബിൾ ആണെങ്കിൽ നിങ്ങൾ അത് എടുക്കുക. അത് കഴിഞ്ഞിട്ട് ശേഷം ഈ സ്വരം വെച്ച് നിങ്ങൾക്ക് ചെയ്യാം. 1 സെക്കൻഡൂടെ ഈ സ്വരം മതിയോ അതോ ഇച്ചിരൂടെ സ്വരം കൂട്ടണോ? ഇത് മതി സാറേ, ക്ലിയർ ആണ്, കുഴപ്പമില്ല. കുഴപ്പമില്ല, ഓഡിബിൾ ആണല്ലോ എല്ലാവർക്കും അല്ലേ? ആണ്. ഓക്കെ ഓക്കെ, ദെൻ വി സ്റ്റാർട്ട് നൗ. ഓക്കെ,
ഗുഡ് ഈവനിങ്. ആദ്യമായിട്ട് എനിക്ക് തോന്നുന്നു ഇതിന്റെ ക്വാളിറ്റി അത്ര നന്നായിരുന്നില്ലെന്ന് എനിക്ക് തോന്നുന്നു. നിങ്ങൾ അതൊരു പുഴ ഒഴുകുന്ന ആ രീതിയിലാണ് അത് വരുന്നത്. അപ്പൊ അതിന്റെ ആ ഓളങ്ങളും അതോടൊപ്പം തന്നെ അതിങ്ങനെ പോകുന്നത് ആയിട്ടാണ് വരേണ്ടത്. പക്ഷെ അത് നിങ്ങൾ എങ്ങനെയാണ് കേട്ടതെന്ന് എനിക്ക് അറിയാൻ പാടില്ല. അതിന്റെ ക്വാളിറ്റി ചിലപ്പോൾ ഒരുപക്ഷെ ഇല്ല സാർ, മോശമായിരിക്കും. അത് ക്ലിയർ ആയിരുന്നു, ഒരു കുഴപ്പമില്ല. നമ്മൾ ആദ്യത്തെ ആ ഈ പറഞ്ഞ സാറിന്റെ ടൈമിൽ നമുക്ക് അത് എത്താൻ പറ്റിയില്ലെന്നുള്ളൂ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അത് കൃത്യമായിട്ട് എത്താൻ പറ്റി. ഓക്കെ, ഇത് പിന്നെ നമ്മൾ സിമ്പിൾ ആണ്. കാരണം പുഷ് ചെയ്ത് ആ ടൈമിൽ എത്തിക്കേണ്ടി വന്നു. ഇപ്പൊ അത് കഴിഞ്ഞപ്പോൾ നോർമലായി. എനിക്ക് ക്ലാരിറ്റിക്ക് ഒന്നും കുഴപ്പമില്ല. എവറിത്തിങ് ഈസ് ഓക്കെ. ഓക്കെ, ഞാൻ ഇത് ഷെയർ ചെയ്യാം. എന്തോ ഹോൾഡ് ചെയ്തിട്ടില്ല. ഓക്കെ, ഈ വീഡിയോ ഞാൻ നമ്മുടെ ഗ്രൂപ്പിൽ, എനിക്ക് ആക്സസ് ഉള്ള ഗ്രൂപ്പിൽ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. നിങ്ങളിൽ ഈ കൂട്ടത്തിൽ ആർക്കെങ്കിലും കിട്ടിയില്ലെങ്കിൽ സാബു സാറിനെ അല്ലെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. എന്റെ നമ്പർ നിങ്ങൾക്ക് അറിയാവുന്ന ഞാൻ കരുതുന്നു. ഓക്കെ, കഴിഞ്ഞ ആഴ്ച ഷെയർ ചെയ്തത് നമ്മൾ ഇന്ന് ഞാൻ പബ്ലിക്കായിട്ട് എല്ലാവർക്കും കൊടുത്തിരുന്നു. മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ പാർട്ടായിട്ട് ഓക്കെ, എല്ലാത്തിനും കൊടുത്തു. അതുപോലെ ഒന്നുകൂടെ നമുക്ക് തരാം. അല്ലെങ്കിൽ തന്നെ മൈൻഡ്ഫുൾ മെഡിറ്റേഷന്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആ ഗ്രൂപ്പിൽ അനിൽ സാർ വളരെ ക്രിയാത്മകമായ കുറേ ചിന്തകളൊക്കെ ഇടാറുണ്ട് ഇടയ്ക്കിടയ്ക്ക്. ഗ്രൂപ്പിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. എന്നെ ജോയിൻ ചെയ്യുക. ഓക്കെ, എന്തെങ്കിലും അടിപൊളി സെഷൻ സാറേ. താങ്ക് യു വെരി മച്ച്. എന്താ പറയാ, താങ്ക് യു, വെൽക്കം. മുഴുവൻ ഞാൻ ഡീകോഡ് ചെയ്തു സാറിന്റെ ക്ലാസ്. അപ്പോ കൊഹ്റന്റ് ബ്രീത്തിങ്ങിനെ കുറിച്ചായിരുന്നു സാറിന്റെ ക്ലാസ്. സാറേ, പറയും. കോഡ് ഈസ് ഇൻ ദ ബ്രെത്ത് ആൻഡ് വിതിൻ ദ ബ്രെത്ത് എന്നുള്ള കബീർദാസിന്റെ വരികളിലൂടെയാണ് സാർ തുടങ്ങിയത്. അതായത് സബ്ജക്റ്റ്. അപ്പൊ കഴിഞ്ഞ ക്ലാസ്സിൽ സാറ് 4-7-8 ബ്രെത്ത് അവയർനെസ് ആയിരുന്നു. ഇതില് ഹോൾഡിംഗ് ഇല്ല. അത് ഫ്രീ ആയിട്ട് നമ്മള് ഒന്നിലെ 5 or 6 ആയിരുന്നു സാറ് അവതരിപ്പിച്ചത്. അപ്പൊ കൊഹറന്റ് ബ്രെത്ത് സ്ട്രെസ് റിലീഫിനും ഫിസിക്കൽ ബാലൻസ് ആൻഡ് മെന്റലി ഇമോഷണലി ഫിറ്റ്, എനിക്കതാണ് മനസ്സിലായത് സാറിന്റെ ക്ലാസ്സിലൂടെ. അപ്പോ അതിന്റെ സയൻസ് സിങ്കർണൈസ് വിത്ത് ബ്രെത്ത് വിത്ത് കാർഡിയോവാസ്കുലർ സിസ്റ്റം, പിന്നെ ഓട്ടോണമിക് നെർവസ് സിസ്റ്റം ഓൾസോ സ്റ്റെബിലൈസ്ഡ്. അപ്പൊ പിന്നെ സാറ് പറഞ്ഞത് ഡോക്ടേഴ്സ് ഈ സ്ട്രെസ് ലെവലൊക്കെ അറിയുന്നതിന് ഡോസ് അവർക്ക് അറിയില്ല നമ്മൾ പറയുമ്പോ. അപ്പൊ ഒരു ആദ്യ സ്റ്റെപ്പ് ഒരു ഡോസ് വരും, പിന്നെ സ്റ്റെപ്പ് വൈസ് ആയിട്ട് കൂട്ടി വരും. അപ്പൊ BP ലെവൽ നമുക്കത് മാറണ ഒരു സിറ്റുവേഷനിലേക്ക് വരില്ല. ആ മരുന്ന് ഒഴിവാക്കി വീണ്ടും വരും. അപ്പൊ നമുക്ക് ഈ കൊഹറന്റ് ബ്രെത്ത് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ നമ്മളെ ബോഡി ഇമ്മ്യൂൺ സിസ്റ്റം ബൂസ്റ്റപ്പ് ആക്കാനും ഹോള് സ്റ്റിമുലൈസ് ചെയ്യാനും ഇന്റേണൽ ഓർഗൻസ് കൊഹറന്റ് ബ്രെത്ത് വളരെ പ്രയോജനപ്രദമാണ്. പിന്നെ സാറ് പറഞ്ഞത് പാത്തറ്റിക് നെർവസ് കണ്ടീഷനിലൊക്കെ അതിന്റെ റിസ്കുകളൊക്കെ ഒഴിവാക്കാനായിട്ട് അതിന്റെ ആ വർക്കിംഗ് സിസ്റ്റം ഡിസിപ്ലിൻ പോകാനായിട്ട്, അതുപോലെ സ്പൈനൽ സിസ്റ്റം, പിന്നെ നെർവസ് സിസ്റ്റത്തിന്റെ ബാലൻസിങ് ആക്യുറേറ്റ് ആക്കാൻ ഈ റിതമിക് ബ്രെത്ത് വളരെ സഹായിക്കും. പിന്നെ ഗട്ട് റീജിയൻ അഥവാ അബ്ഡോമൻ, ഉദരം, അതായിട്ട് തന്നെ കണ്ടീഷൻഡ് മാറ്റാനായിട്ട് ഈ 5-5 or 6-6. അപ്പൊ നമുക്ക് അത് സ്ലൈഡ്ലി അതിനെ നമുക്കത് എക്സൈല് ഇൻഹൈല് മെത്തേഡ് പ്രാക്ടീസ് ചെയ്യണമെങ്കിൽ അതിനെ ബാലൻസ് ചെയ്യാൻ പറ്റും എന്ന് പറഞ്ഞു സാറ്. അടുത്തത് പറഞ്ഞത് പിന്നെ വാഗസ് നെർവ് ആണ്. അതൊരു ചെറിയ പോക്കറ്റ് പോലെ എന്നാണ് എനിക്ക് സാർ പറഞ്ഞപ്പോ നോട്ട് ചെയ്ത് കേട്ടാ. തെറ്റ് നമ്പർ. അതായത് ബ്രെയിനിലും മറ്റ് മെയിൻ കണക്ഷനിലേക്കൊക്കെ, അതായത് ഈ ബോഡിയുടെ പ്രധാന ഭാഗങ്ങളിലേക്കുള്ള ഒരു ഷോർട്ട് കട്ട് പാത്ത്. അപ്പൊ സ്റ്റിമുലൈസ് ചെയ്യാനും അലേർട്ട്നെസ്, അപ്പൊ കാം ആൻഡ് പീസ്ഫുൾ സ്റ്റേറ്റ്. അപ്പൊ അവിടെ കൊഹറന്റ് ബ്രെത്ത് നമ്മളെ വളരെ ഹെൽപ്പ് ചെയ്യും. അമിഗ്ദലയാണ് അതിനെ കൺട്രോൾ കിട്ടില്ല, ഭയങ്കര
ഈ ഫ്ലൈറ്റ് മോഡിലേക്കൊക്കെ പോയി കഴിഞ്ഞാൽ വല്ലാത്തൊരു ആങ്കർ മാനേജ്മെന്റിന് ഭയങ്കര പ്രയാസം നേരിടും. അപ്പൊ നമുക്കത് നമ്മൾ വിശ്രമത്തിലിരിക്കുമ്പോഴോ ഫ്രീ ടൈമിലൊക്കെ നമുക്ക് ഈ കൊഹറന്റ് ബ്രത്തിലൂടെ ഈ അമിഗ്ദലിനെ അതിന്റെ വർക്കിംഗ് സിസ്റ്റം റിതമൊക്കെ കൊണ്ടുപോകാൻ, അതിനെ ലൈറ്റും ചെയ്യാനായിട്ടും ഒഴിവാക്കാനായിട്ടും അതിന്റെ ലെവല് ഹൈലൈറ്റ് ചെയ്ത് ഡിക്രീസ് ചെയ്ത് ചെയ്യാനും ഫ്രണ്ടൽ ലോബ്, അതായത് ഫ്രണ്ടൽ കോർട്ടക്സ് ആണ് എൻ്റെ ഓർമ്മ, അതിനെ സ്റ്റിമുലേറ്റ് ചെയ്യാനും ഇതിനെ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മൾ പാസ്റ്റും പ്രസന്റും വിട്ടിട്ട് ആ പ്രസന്റ് മൊമെന്റിലേക്ക് നമ്മൾ വരും. പിന്നെ സാർ പറഞ്ഞ് ഇംപ്രൂവ് ഓക്സിജൻ പോയിന്റ് എഴുതി വെച്ചിട്ടുള്ളൂ. അപ്പൊ നമ്മൾ ഓക്സിജൻ ഉള്ളിലേക്ക് എടുക്കും, എക്സൈല് ഇൻഹെയിൽ ചെയ്യുമ്പോൾ കാർബൺ ഡയോക്സൈഡ് പുറത്തേക്ക് വിടും. അപ്പൊ ജീവന്റെ തുടിപ്പിന് നമ്മള് അതിന്റെ ഒരു എൻജോയ്മെന്റ് മാത്രല്ല, പീസ്ഫുൾനെസ്, റിതം ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യാനും ബ്രെയിനെ ബൂസ്റ്റപ്പ് ചെയ്യാനാണെന്നാണ് സാറിന്റെ ഇംപ്രൂവ് ഓക്സിജനിലൂടെ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ ആങ്സൈറ്റി ലെവല് കുറയ്ക്കാം, ഫിയർ കുറയ്ക്കാം. ഇറ്റ് ഹെൽപ്സ് ദ കൊഹറന്റ് ബ്രെത്ത് ടെക്നിക്ക്. പിന്നെ സ്ലോലി ഈ നമ്മൾ 5 then 6 അങ്ങനെ കൊണ്ടുപോകാം. പിന്നെ ആഫ്റ്റർ എക്സൈൽ ബ്രെത്ത് നോസിൽ കൂടെയാണ് സാറ് എന്നെ കൂടുതൽ അഭിപ്രായം. ഏതാണോ നിങ്ങൾക്ക് ഇത് എന്നുള്ളത് സാറ് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് മൂക്കിലൂടെ എടുത്ത് മൂക്കിലൂടെ വരാനാണ്, പുറത്തേക്ക് വിടാനാണ്. പിന്നെ ലങ്സ് ഫില്ല് ചെയ്യണത് എപ്പോഴും കോൺസെൻട്രേറ്റ് ചെയ്ത് അതിന്റെ ലങ്സിന്റെ പ്രവർത്തനത്തിന് കൂടുതൽ മെയിൻറ്റെയിൻ ചെയ്യാനും സാധിക്കും. അപ്പൊ 11 or 12 minutes ഫോളോ ചെയ്ത ബെറ്റർ ആണ്. ദെൻ ആങ്കർ മാനേജ്മെന്റ് സാർ അതിൽ പറഞ്ഞു, അമിഗ്ദല ഹൈജാക്കിങ് ഒഴിവാക്കുമ്പോൾ നമുക്ക് ആങ്കർ ബാലൻസിങ് കൺട്രോൾ ചെയ്യാം. പിന്നെ ട്രയാങ്കിൾ ബ്രെത്തും 4-7 ബ്രെത്തും ആസ് പോസിബിൾ ആസ് യു ക്യാൻ എന്നാ എനിക്കത് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. പിന്നെ അതിന്റെ ബെനിഫിറ്റ്സ് സാറ് പറഞ്ഞു, ഡിസെൻകറേജ് അവർ ഫ്ലൈറ്റ് മോഡ്, സിമ്പിളായി നമുക്കതിനെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റും. പിന്നെ ഫോക്കസിങ് അല്ലാതെ തന്നെ നമ്മൾ ഓട്ടോമാറ്റിക് ഒരു പ്രസന്റ് മൊമെന്റിലേക്ക് വരും. പാസ്റ്റും ഫ്യൂച്ചറും തമ്മിൽ ഡിറ്റാച്ച്മെന്റ് വരും. കാരണം നമ്മൾ ബ്രത്തിലല്ലേ അറിയാതെ ഇൻവോൾവ് ആയി പോണത്. ദെൻ ഇംപ്രൂവ് ഫോക്കസ്, സ്കില്ല്, സ്റ്റഡി സ്കില്ല്, കോൺസെൻട്രേറ്റ്, മൈൻഡ്ഫുൾനെസ്, പിന്നെ ക്വാളിറ്റി ഓഫ് സ്ലീപ്പ്, അതില് എക്സസൈസ്, എന്റെ മസിൽ പെയിന് അതൊക്കെ പറഞ്ഞു. ദെൻ ലോവർ ഹാർട്ട് റേറ്റ്, അപ്പൊ അതിനെ ബാലൻസ് ചെയ്യാനും അതിന്റെ ഫങ്ഷനിങ് റിതമിക് ആക്കാനും ഈ കൊഹറന്റ് ബ്രെത്ത് വളരെ നല്ലതാണ്. ദെൻ അതില് പിന്നെ സാറ് പറഞ്ഞത് നോട്ടേട്ടാ, പാരാസിമ്പതിക് സിസ്റ്റം, വേഗസും നെർവ് സിസ്റ്റം, ഇതൊക്കെ ഈ കൊഹറന്റ് ബ്രെത്തിൽ കൂടെ നമുക്ക് ഫുൾ ഒരു റിതമിക് കണ്ടീഷനിലേക്ക് നമ്മളെ പീസ്ഫുൾ സ്റ്റേറ്റിലേക്ക് എത്തിക്കാൻ സാധിക്കും. വളരെ ഈസി മെത്തേഡാണ്. പിന്നെ ഇമോഷൻ റെഗുലേഷൻ, അതുപോലെ ആങ്കർ മാനേജ്മെന്റ്, മെഡിറ്റേഷൻ, മൂഡ് അവയർനെസ്, ദെൻ ബോർഡർ ലൈൻ പേഴ്സണാലിറ്റി കുറയ്ക്കാം. അവിടെ ഈ ഹൈജാക്കാണ് വരുന്നത്, അമിഗ്ദല ഹൈജാക്കും. പിന്നെ സുപ്പീരിയറിറ്റി കോംപ്ലക്സ് അവരെ കൂടുതൽ ഹർട്ട് ചെയ്യും. അതിനാരും സ്വീകരിക്കുന്നില്ല, ഞാൻ പറയുന്ന അഭിപ്രായത്തിന് പരിഗണനയില്ല എന്നൊക്കെയുള്ളൊരു ഡൗട്ട് അവരെ കൂടുതൽ പ്രശ്നത്തിലേക്ക് പോകും. അപ്പൊ അവർക്കൊരു സെൽഫ് അവയർനെസ് നല്ലതാണ്. ദെൻ ഡിക്രീസ് ഡിപ്രഷൻ സിസ്റ്റം, അത് ഡിറ്റാച്ച്മെന്റ് ആണ്. പിന്നെ ഗാമ ലിറിക് ആൻഡ് ആഡ് ലെവൽ ബാലൻസിങ് പറഞ്ഞു, ഹൈപ്പർ ആക്ഷൻ ടെൻഡൻസി ബാലൻസ് ചെയ്യാം. ഓട് ചാടൊക്കെ ചെയ്യുമ്പോൾ നമ്മള് ബ്രത്തിൽ അവെയർ അല്ലല്ലോ, അപ്പൊ നമ്മള് അവയർനെസ്സോടി ബ്രത്ത് എടുക്കുമ്പോ ആ താളം കൊണ്ടുവരാനും നമ്മളൊരു എൻജോയ്മെന്റും ഫീൽ ചെയ്യും. അത് ദെൻ ക്യാൻസർ സെല്ലിന്റെ ആ ദ്രുതഗതിയിലുള്ള ഇൻക്രീസ് കുറച്ച് അതിനെ ബാലൻസ് ചെയ്യാനായിട്ട് ഡോക്ടേഴ്സ് കൊടുക്കുന്ന മെഡിസിൻ ഉണ്ട്. പക്ഷെ അതിനോടൊപ്പം തന്നെ ചിലപ്പോൾ അതിലേറെ നമ്മളെ ഉള്ളാലെ ഒരു ഫയർ പോലെ ഈ കൊഹറന്റ് ബ്രെത്ത് നമ്മളെ ചേർത്ത് നിർത്തി ഹെൽപ്പ് ചെയ്യും. പിന്നെ ഡീടോക്സിൻ
ആ ടോക്സിൻ കുറയ്ക്കാനും പ്രോട്ടീൻ കണ്ടന്റ് ഒക്കെ നമ്മൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ടെങ്കിലും നമ്മളെ ബോഡിയിലെ ആ ടോക്സിൻസ് കളയാനായിട്ട് കൊഹറന്റ് ബ്രത്ത് ഹെൽപ്പ് ചെയ്യും. പിന്നെ സാറ് മെഡിറ്റേഷൻ ആണ് പറഞ്ഞത്. താങ്ക് യു സാർ, എത്ര എനിക്ക് കിട്ടിയത്. താങ്ക് യു വെരി മച്ച്. സാർ, അടിപൊളി സെഷൻ. താങ്ക് യു മാം, താങ്ക് യു. വേറെ ആർക്കും ഷെയർ ചെയ്യാനുള്ള ഷില മാം. റോയ് സാർ പറഞ്ഞോ. സാറേ, ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഇത് ആദ്യമായിട്ട് തുടങ്ങിക്കഴിഞ്ഞ് കുറെ കഴിഞ്ഞപ്പോഴേ ആ മോഡിൽ വന്നോളൂ ഈ കൊഹറന്റ് ബ്രീത്ത്. ഇത് ക്യൂറേറ്റീവ് ആയിട്ടാണോ സാറേ അഡോപ്റ്റ് ചെയ്യേണ്ടത്? ഇത് അതെ 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 ഇങ്ങനെയുള്ള 478 അപ്പൊ എത്ര മിനിറ്റ് എന്നുള്ള അങ്ങനെയൊന്നുമില്ല? അല്ല, മിനിറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ സാധാരണഗതിയിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് മൈൻഡ്ഫുൾനെസ്സുമായിട്ട് ബന്ധപ്പെട്ട രീതിയിൽ ഇത് റെക്കമെൻഡ് ചെയ്യുന്നത് 20 മിനിറ്റ് രാവിലെയും 20 മിനിറ്റ് വൈകിട്ടും എന്നുള്ളതാണ്. പക്ഷെ സാധാരണ ഇതിങ്ങനെ കുറച്ച് നാൾ നമ്മൾ ചെയ്ത് കഴിയുമ്പോഴേക്കും നമ്മൾ ഈ ഒരു ഋതത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. മനസ്സിലായോ? അതായത് നമുക്ക് ഒരു ഹാബിറ്റ് ആയിട്ട് മാറും ഈ ബ്രീത്തിങ്. നമ്മൾ നടക്കുമ്പോൾ എടുക്കുമ്പോൾ അതുപോലെ തന്നെ. അതാണ് ഞാൻ പറഞ്ഞ, ഞാൻ ഇന്നത്തെ ഇന്നലെ ഈ ക്ലാസ് എടുത്തപ്പോൾ ഞാൻ പറഞ്ഞു, അതായത് നമ്മൾ റിലീജിയസ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പിരിച്വൽ ആയിട്ടുള്ള ആളുകൾ പലപ്പോഴും അവർ ചെയ്യുന്നത് അവരുടെ ഒരു സ്പിരിച്വൽ എക്സസൈസ് ഉണ്ടാകും. ഞാൻ അത് പ്രത്യേകം നിങ്ങൾ ശ്രദ്ധിക്കണം. ഞാൻ ഒന്നിനും ഒരു സിസ്റ്റത്തെ കുറ്റം പറയുകയല്ല. നമ്മളിപ്പം ഉദാഹരണം, എനിക്ക് മനസ്സമാധാനം വേണം, ഞാൻ ഉടനെ തന്നെ എന്തെങ്കിലും ഒരു ഇതിനു വേണ്ടിയിട്ട് ഏതെങ്കിലും തരത്തിൽ ഓരോ റിലീജിയനിലുള്ളവരും എന്തെങ്കിലും തരത്തിലുള്ള ഏതെങ്കിലും ഭക്തി മാർഗങ്ങൾ അല്ലെങ്കിൽ ഒരു ഇത് ചെയ്യും. അത് ചെയ്തതിന് ശേഷം വീണ്ടും നമ്മൾ ഇപ്പം എന്തെങ്കിലും നിങ്ങൾ ഒരു റിച്വൽസ് എന്ന് വേണേൽ പറയാം, ആചാരം അല്ലെങ്കിൽ അനുഷ്ഠാനം, ആത്മീയ ആചാര അനുഷ്ഠാനം എന്ന് വേണമെങ്കിൽ പറയാം. അത് ചെയ്തതിന് ശേഷവും നിങ്ങൾ എഴുന്നേറ്റ് അത് പോയി കഴിഞ്ഞ് കഴിയുമ്പോഴേക്കും വീണ്ടും നമ്മുടേതായിട്ടുള്ള പാസ്റ്റ് ഫ്യൂച്ചർ ഇത് വന്നുകൊണ്ടിരിക്കും. നമ്മളുടെ ചിന്തകളെല്ലാം വന്നുകൊണ്ടിരിക്കും. ദാറ്റ് മീൻസ് നമ്മളെ അക്കമ്പനി ചെയ്യാൻ, നമ്മളെ അനുധാവനം ചെയ്യാൻ ഇത് സാധിക്കുന്നില്ല. ഇവിടെ അതല്ല. മൈൻഡ്ഫുൾനെസ് എന്ന് പറയുന്നത് നമ്മളെ എപ്പോഴും 24 അവേഴ്സ് നമ്മളെ അനുധാവനം ചെയ്യും. നമ്മളുടെ ബ്രത്ത് പോലെ തന്നെ അനുധാവനം ചെയ്യും. അതിനാണ് ഞാൻ ഇതിനു മുമ്പൊക്കെ സാർക്ക് വളരെ ഫെമിലിയർ ആണ് ഇതിനകത്ത് പറഞ്ഞ എന്താണ് മൈൻഡ്ഫുൾ വാക്കിംഗ്, മൈൻഡ്ഫുൾ ഈറ്റിംഗ്, മൈൻഡ്ഫുൾ സീയിങ്, മൈൻഡ്ഫുൾ ഹിയറിംഗ് ഇതൊക്കെ പറയുന്നില്ലേ, മൈൻഡ്ഫുൾ സ്പീക്കിംഗ്, ഇതെല്ലാം ഇതിനകത്ത് വരുന്നതാണ്. ദാറ്റ് മീൻസ് ഈ ഒരു വലയത്തിൽ നിന്ന് നമുക്ക് പുറത്തു ചാടാൻ നമുക്ക് സാധിക്കില്ല. ദാറ്റ് മീൻസ് ഒരു ഹാബിറ്റായി മാറിക്കഴിഞ്ഞാൽ, ദാറ്റ് മീൻസ് നമ്മളുടെ പാസ്റ്റ് ആയിട്ട് നമ്മൾ പഠിച്ചതിനെ നമ്മൾ അൺലേൺ ചെയ്യുകയും പുതിയ ഒരു സിസ്റ്റത്തെ ലേൺ ചെയ്യുകയും ചെയ്യുന്നു. അല്ലെ കണ്ടീഷൻ ചെയ്യുന്നു, അത് റീകണ്ടീഷൻ ചെയ്യുകയാണ് നമ്മളുടെ ആ കണ്ടീഷനിങ്ങിനെ. അതാണ് ഇവിടെ സംഭവിക്കുന്നത്. സോ യു വിൽ ഗെറ്റ് ഇറ്റ്. കാരണം ഇതിപ്പോ ഇങ്ങനെ വന്നു, അപ്പോഴത്തേക്കും നമ്മൾ എവിടെയെങ്കിലുമൊക്കെ നിൽക്കുമ്പോഴും ഇരിക്കുമ്പോഴും, ഇപ്പോൾ ഉദാഹരണമായിട്ട് നമ്മൾ കാറ് ഡ്രൈവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ പാരാസിമ്പത്തറ്റിക് ഇതിലായിരിക്കില്ല, സിമ്പത്തറ്റിക് നെർവസ് സിസ്റ്റം ആയിരിക്കും, അലേർട്ട് ആയിട്ടാണ്. പക്ഷെ നമുക്ക് സിഗ്നൽ കിട്ടുമല്ലോ, ആ സമയത്ത് നമുക്ക് ബ്രീത്ത് ചെയ്യാമല്ലോ. സോ യു വിൽ ഗെറ്റ് ഇറ്റ്, ബിലീവ് മീ. ഇനി ബ്രീത്തിങ്ങിനെ കുറിച്ച് ഒരു കാര്യം കൂടി ഞാൻ പറയാം. അതായത് ബ്രീത്തിങ് നടത്തുന്നു, ഇപ്പൊ 5 എന്നുള്ളത് 6 ആയാലും കുഴപ്പമില്ല. അതായത് സാധാരണഗതിയിൽ ഇതിന് റെക്കമെൻഡ് ചെയ്യുന്ന അല്ലെങ്കിൽ വിദഗ്ധരായിട്ടുള്ള ആളുകൾ പറയുന്നത്, എത്ര സെക്കൻഡ് നിങ്ങൾ ശ്വസിക്കുന്നുവോ അതിനേക്കാൾ 1 സെക്കൻഡ് അല്ലെ 2 സെക്കൻഡ് കൂടുതൽ നീളത്തിൽ, അതായത് കുറച്ചുകൂടെ ലോങ് ആയിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്യുന്നതാണ് നല്ലത്. അതാണ് നല്ലതെന്ന് അങ്ങനെ റെക്കമെൻഡേഷൻ അല്ലെങ്കിൽ പഠനങ്ങൾ പറയുന്നുണ്ട്. അതുകൂടി ഞാൻ നിങ്ങളിവിടെ കൂട്ടിച്ചേർക്കുന്നത് മാത്രമേ ഉള്ളൂ. അത് ഏത് ബ്രീത്തിങ്ങിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ട്രയാങ്കിൾ ബ്രീത്തിങ്, ബോക്സ് ബ്രീത്തിങ് അല്ലെങ്കിൽ കോഹിറന്റ് ബ്രീത്തിങ്ങിലൊക്കെ ഉപയോഗിക്കാം. ഓക്കെ, കോഹറന്റ് ബ്രീത്തിങ് ഈക്വൽ അല്ലേ സാർ? രണ്ടും ഇൻഹേൽ എക്സൽ ഈക്വൽ അങ്ങനെയും ചെയ്യാം. അല്ലെങ്കിൽ 5, 6 ആക്കാം, ആയിട്ട് വരുവുള്ളൂ. റിതമിക്കായിട്ട് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ 5 സെക്കൻഡ് ബ്രീത്ത് ഇൻ, 6 സെക്കൻഡ് ബ്രീത്ത് ഔട്ട് വേണമെങ്കിലും ചെയ്യാം. ഓക്കെ, 5 സെക്കൻഡ് ബ്രീത്തിങ്, 10 സെക്കൻഡ് ബ്രീത്ത് ഔട്ട് ആണ് പറയുന്നത്. എന്തോ ഞാൻ കേട്ടില്ല. ഓക്കെ, ഷീല മാം പറയും. മനോജ് സാർ, ഷീല മാം പറയൂ ആദ്യം. സാറേ, ഞാൻ ഈ ഇപ്പോഴത്തെ എക്സർസൈസ് ചെയ്തപ്പോഴേ സാറേ, മെഡിറ്റേഷൻ അത് ചെയ്തപ്പോൾ എനിക്ക് ഇൻഹെയിൽ ചെയ്യുന്നത് ഒരു ഈ ആ ബോള് പോകുന്ന ഒരു 1/4 ഭാഗം എത്തുമ്പോഴേക്കും നമുക്ക് നിന്നുപോയി. ഇപ്പോ സാബു സാറ് പറഞ്ഞ പോലെ ആദ്യം നമുക്കത് അത്രയും പറ്റിയില്ല, പക്ഷെ എനിക്ക് പിന്നെയും പറ്റിയില്ല. അവിടെ കൊണ്ട് നിൽക്കുകയാണ്. അപ്പൊ ഞാൻ അത് ഒന്ന് ഹോൾഡ് ചെയ്തിട്ടാണ് ഞാൻ പിന്നെ അത് എക്സൈൽ ചെയ്തത്.
അപ്പോ അത് ഈ കൊഹറന്റ് ബ്രീത്തിങ് എനിക്ക് ആപ്ലിക്കബിൾ ആവോ, അത് ഇങ്ങനെ മതിയോ എന്നാണ് അറിയാനുള്ളത്. ഓക്കെ, അറിയാനുള്ളത് ഇതേ ഉള്ളൂ. നിങ്ങള് നീന്തൽ പഠിക്കുമ്പോഴും ശകലം വെള്ളം കുടിക്കും, കൈയും കാലും ഒക്കെ ഇട്ടടിക്കും. അത് കഴിഞ്ഞ് പിന്നെ നിങ്ങൾ വിദഗ്ധരാകുന്നു. നിങ്ങൾക്ക് വേണമെങ്കിൽ ഒളിമ്പിക്സിൽ വരെ പോകാം. ഇത്രയേ ഉള്ളൂ അതേക്കുറിച്ച് എനിക്ക് പറയാനുള്ളൂ. കാരണം നത്തിങ് ടു വറി. ബ്രീത്തിങ് ആണ് ഓരോരുത്തരുടെ ശരീരപ്രകൃതി. ഇത് എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യങ്ങൾക്കനുസരിച്ചുണ്ടാകും. നത്തിങ് ടു വറി. ജസ്റ്റ് കണ്ടിന്യൂ. ഓരോ കാര്യങ്ങൾ അങ്ങനെയാണ് നമ്മൾ പഠിക്കുന്നത് അല്ലേ? ഓരോ അതെ കാര്യങ്ങൾ അങ്ങനെയാണ്. ഇപ്പൊ അതെ ഞാനൊരു ഉദാഹരണം പറയാം. അതായത് യൂറോപ്പിലൊക്കെ അല്ലെങ്കിൽ യൂറോപ്പ് അല്ലെ വിദേശ രാജ്യങ്ങളിലുള്ള സായിപ്പന്മാർക്ക് കൈകൊണ്ട് കഴിക്കാൻ പറ്റിയല്ല. അവർക്കറിയത്തില്ല. ആ അവരതിങ്ങനെ പിടിച്ച് വലിയ പ്രയാസമാണ് ഇങ്ങനെ കൊണ്ടുവന്ന് വെച്ച് അത് വലിയൊരു ചടങ്ങാണ് അവർക്ക് ഒരു ഉരുള ചോറ് എടുത്ത് വായി വെക്കുക എന്നുള്ളത്. നമ്മൾക്കോ നമ്മുടെ മക്കൾക്കോ അത് പ്രശ്നമുണ്ടോ? നമ്മളൊക്കെ പഠിച്ചില്ലേ എന്ന് പറഞ്ഞാൽ അതെ അവരത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് അത് ചെയ്യാൻ പറ്റും. സോ എവറിത്തിങ് ഇറ്റ്സ് എ മാറ്റർ ഓഫ് പ്രാക്ടീസ്. അല്ല, തിരിച്ച് നമ്മൾ ഈ സ്പൂൺ കൊണ്ട് നോക്കിക്കഴിഞ്ഞാൽ അത് പ്രശ്നമായി പോകും. പക്ഷെ ഇതിനകത്ത് ആദ്യം എനിക്ക് ഫീൽ ചെയ്ത് പറയാം, എനിക്ക് എക്സ്പീരിയൻസ് ചെയ്ത് പറയാം. ഞാൻ ആദ്യം പുഷ് ചെയ്താ നമ്മൾ ശ്വാസം അകത്തേക്ക് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ പുഷ് ചെയ്ത് അകത്തേക്ക് എടുക്കുക. അതുപോലെ പുറത്തേക്ക് പോകുമ്പോൾ പുഷ് ചെയ്ത് പുറത്തേക്ക് പോകും. ആദ്യത്തെ ഒരു 10 പ്രാവശ്യം ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് പുഷ് ചെയ്യാതെ തന്നെ അത് റിതമിക് ആക്കാൻ പറ്റും. അങ്ങനെയാണ് ഞാൻ അത് പ്രാക്ടീസ് അതെ സാറേ, ചെയ്തത്. അതെ സാറേ, ഞാനും ചെയ്തത് അങ്ങനെ തന്നെയാണ്. ആദ്യം എടുക്കുന്ന ശ്വാസം കഴിഞ്ഞ് വീണ്ടും കളയാതെ വീണ്ടും വീണ്ടും മുകളിലോട്ട് എടുത്തുകൊണ്ടേയിരുന്നു. യെസ്, പിന്നെ അതൊരു എക്സ്പീരിയൻസ് ആണ്. നമ്മുടെ ലങ്സിന് അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ഇതുവരെയായിട്ടും കിട്ടിയിട്ടില്ല. ഇത്രയും ഇതിൻ്റെയൊക്കെ 4 ഇരട്ടി ഫാസ്റ്റ് ആയിട്ടാണ് നമ്മൾ ബ്രീത്ത് ചെയ്യും ബ്രീത്ത് ഔട്ട് ചെയ്യുന്നത് അല്ലേ? ഇതിൻ്റെ ആവശ്യമില്ല. അതെ സാറേ, അല്ല സാറേ, ഒരു പട്ടിയോ വല്ലോ ഇട്ട് ഓടിക്കുകയാണെങ്കിൽ നമ്മൾ നല്ല സ്പീഡിനാണല്ലോ ശ്വാസം എടുക്കുകയും വിടുകയും ഒക്കെ അത് ചെയ്യുന്നത്. പട്ടി ഓടണ്ട, നമ്മൾ ഒരു സ്റ്റെയർ കേസ്, ഒരു 5 നിലയുള്ള ഒരു സ്റ്റെയർ കേസ് കയറുമ്പോൾ നമുക്കറിയാലോ, നോർമലി പോവാണെങ്കിൽ നമുക്ക് പ്രശ്നം വരും. പക്ഷേ ആദ്യം മുതൽ ഈ ബ്രീത്തിങ്ങോട് കൂടി കയറി നോക്കി വളരെ ഈസി ആയിട്ട് കയറുമ്പോൾ ഈ പ്രോസസ് ബ്രീത്തിങ് ആദ്യമേ എടുത്തുകൊണ്ട് നല്ലോണം ബ്രീത്ത് ചെയ്തിട്ട് നല്ലോണം ബ്രീത്ത് ഔട്ട് ചെയ്ത് സ്റ്റെപ്പ് കഴിഞ്ഞാൽ നല്ല ഈസി ആയിട്ട് കയറും. അതെ, ഇനി മുതലേ അങ്ങനെ ചെയ്യും. ആന്റണി സാറിന് താങ്ക്സ്. കാരണം ഇത്തരം ബ്രീത്തിങ് പറഞ്ഞു തന്നത് കൊണ്ട്. ഞാൻ ചെയ്യാറുള്ളത് സ്റ്റെയർ കേസ് കുറച്ച് കയറുക, കുറച്ചു നേരം നിൽക്കും അവിടെ, എന്നിട്ട് വീണ്ടും ഓക്കെ ആക്കിയിട്ടാണ് പിന്നെ കയറുന്നത്. അപ്പൊ അങ്ങനെയല്ല, ആ ഒരു നമ്മൾ രീതി സ്റ്റാർട്ടിങ്ങില് മാറ്റാം. ബ്രീത്തിങ് നല്ലോണം എടുത്തിട്ട് കയറിക്കും. അപ്പോൾ ഒരു അതെ, പ്രശ്നമില്ലാതെ കയറിപ്പോ. ആ ഇനി മുതൽ അങ്ങനെ ചെയ്യാം. താങ്ക് യു അപ്പൊ സാർ. ഈ ആൻസറിന്റെ സാറിന്റെ ഈ പറയുന്ന കോഗ്നിറ്റീവ് ബ്രീത്തിങ് വരും ഇവിടെ. കാരണം നമ്മൾ നല്ലോണം സ്പീഡിൽ ബ്രീത്ത് എടുക്കുന്നു, ഡെപ്തിൽ എടുക്കുന്നു, തിരിച്ചും വിടുന്നു. ആ പ്രോസസ് സ്റ്റാർട്ട് ചെയ്യും. അപ്പൊ നമ്മുടെ ശരീരത്തെ ഒത്തിരി ക്ഷീണിപ്പിക്കാതെ വളരെ ഫ്രീ ആയിട്ട് കൊണ്ടുപോകാം. മനോജ് സാർ. ഓക്കെ സാർ, ഓക്കെ സാർ, താങ്ക് യു സാർ. ആന്റണി സാർ, ഞാൻ സത്യം പറഞ്ഞ പല ടൈപ്പ് ഓഫ് ബ്രീത്തിങ് ഇങ്ങനെ കേട്ടിട്ടുണ്ട്. ഈ കോഹറന്റ് ബ്രീത്തിങ് ഫസ്റ്റ് ടൈം ഇൻ മൈ ലൈഫ്. ഞാൻ കേട്ടിട്ടേ ഇല്ല സത്യത്തിൽ. നമുക്ക് കേട്ടിട്ടില്ല. അതെ അല്ല, അതെ. നിങ്ങൾക്ക് ചിലപ്പോൾ ഒരു പക്ഷേ പ്രാണായാമം അങ്ങനെയുള്ളതൊക്കെ ആയിരിക്കും കേട്ടതും പഠിച്ചിട്ടുള്ളതും. ഇറ്റ്സ് ഓക്കെ. എനിത്തിങ് കോൺഷ്യസ് ആയിട്ട് നമ്മൾ ഏത് ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട്, ദാറ്റ്സ് ഓൾ. നത്തിങ്. ഇതിന് ഈ പേരുകളും ബാക്കിയുള്ളത് വെസ്റ്റേൺ ആളുകൾ കണ്ടുപിടിച്ചെന്നോ അല്ലെങ്കിൽ ബുദ്ധിസ്റ്റുകൾ കണ്ടുപിടിച്ചെന്നോ ഒന്നും വേണ്ട. ഇതെല്ലാം നമ്മളുടെ ഇന്ത്യയിലുള്ളതാണ്, ഇന്ത്യയിൽ നിന്ന് വന്നിട്ടുള്ളതാണ്. പുറത്തേക്ക് ദർ ഇസ് നത്തിങ് എന്നാ പറയുന്നത് സ്പെഷ്യലായിട്ട് എടുക്കണ്ട. അവെയർ ആകുക, കുറച്ച് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യുക, ദാറ്റ്സ് ഓൾ. ഇത് അതിന്റെ സമ്മറി അത്രേ ഉള്ളൂ സാറേ. കണ്ടിന്യൂ ചെയ്തോളൂ സാറേ. മനോജ് സാർ. അതെ സാറ്, ഞാൻ ട്രാൻസിൽ പോയി. ഇത് ശരിക്കും നമ്മുടെ ഈ ഒരു ആൽഫ സ്റ്റേജിലൊക്കെ പോകും. കാര്യം നമ്മൾ അത്ര കോൺഷ്യസ് ആയിട്ട് വാച്ച് ചെയ്യുമ്പോൾ സാറേ, ഞാൻ ട്രാൻസിലായി പോയി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. സാറ് പറഞ്ഞ ആ ബെനിഫിറ്റ്സ് എല്ലാം, നമ്മുടെ കാംനെസ്. ഞാൻ ഉറങ്ങി സാറേ, സത്യം പറയാം. എത്ര പേര് ഇവിടെ ഉറങ്ങിയെന്ന് എനിക്കറിഞ്ഞൂടാ. ഞാൻ ഉറങ്ങി. ഞാൻ എന്നിട്ട് ഒരു ബ്രേക്ക് സ്റ്റേറ്റ് എടുത്തു. ശരിക്കും 2 പ്രാവശ്യം ഉറങ്ങി ഞാൻ വൈഫിനോട് പറയുകയും ചെയ്തു, നീ താഴെയാണ് വീഴുവാണെങ്കിൽ. അതെ സാറേ, ഇറ്റ്സ് പക്ഷേ വണ്ടർഫുൾ ടെക്നിക്ക്. ഞാൻ ഈ ഡയഫ്രം ബ്രീത്തിങ് പല ബ്രീത്തിങ്ങിലും കേട്ടെങ്കിൽ ഇത് കോൺഷ്യസ്, അതുപോലെ അത് കാണുകയും ചെയ്യുന്നത് നല്ലതാണ് സാറേ. നമ്മുടെ അതെ സൗണ്ട് അല്ലേ? അപ്പൊ അത് ശരിക്കും ഇതിലൊരു വലിയ എഫക്റ്റാണ്. മറ്റുള്ള ഇപ്പം പല എന്താണ് പ്രത്യേകിച്ച് യോഗയൊക്കെ പ്രാക്ടീസ് ചെയ്യുന്നതിന്, പ്രാണായാമം പ്രാക്ടീസ് ചെയ്യും. പക്ഷേ ഇതിന് ഞാൻ ഇതുവരെ ഒരു ആൽഫ സ്റ്റേജിൽ പോകും സാർ. ആൽഫ അല്ല, അതിന് ബ്രെയിൻ ഫ്രീക്വൻസി എനിക്ക് തോന്നുന്നു ഒരു 4 to ബിലോ 4ൽ പോകുന്ന പോലെ സംശയമുണ്ട്. മറ്റേത് നമ്മുടെ ആൽഫയൊക്കെ ഒരു 4 to 8 അല്ലേ ഹെർട്സ് ആണല്ലോ സാർ നമ്മൾ സാധാരണ
ആൽഫ ബ്രീത്തിങ്ങിലൊക്കെ വരും, നമ്മുടെ ബ്രെയിൻ ആക്ടിവിറ്റി പറയുകയാണെങ്കിൽ. സോ ഐ തിങ്ക് ഇറ്റ്സ് സംതിങ്, എന്താണ് അതിൽ താഴെ പോയി. എൻ്റെ ഒരു എക്സ്പീരിയൻസ് ആയി പറയും. ഇപ്പം നമ്മുടെ സിൽവ മെത്തേഡിലൊക്കെ നമ്മുടെ ബിനോയ് ജോൺ സാറൊക്കെ പഠിപ്പിക്കുന്ന ഒരുപാട് ടെക്നിക്സ് ഉണ്ട്. പക്ഷേ ഇറ്റ്സ് സംതിങ് നമ്മൾ ആദ്യമായിട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കും എനിക്ക് ഒരു ബുദ്ധിമുട്ട് തോന്നിയില്ല സാർ. 5 സെക്കൻഡൊക്കെ ഇൻഹേലും എക്സേലൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. മേ ബി മോർ ദാൻ ദാറ്റ്. അത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ അതിലും കൂടുതൽ കിട്ടും. പക്ഷേ അത് ദ മോർ യു ഗോ ഡീപ്പ്, ശരിക്കും പറഞ്ഞാൽ വേറെ ഒന്നും അറിയത്തില്ല സാറേ. യു ആർ കട്ടിങ് ഫ്രം ദ വേൾഡ് ആക്ച്വലി. അതൊരു that is it. Yes. ഇത് തന്നെയാണ് നമ്മുടെ നമ്മള് ഈ ടൈം ആൻഡ് സ്പേസിന് മുകളിൽ ഇത് അതീതമാകുന്നു എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇറ്റ്. നോ സ്പേസ്, എക്സാക്ട്ലി സാർ, ഐ അഗ്രി വിത്ത്. നോ സ്പേസ് നോ ടൈം. താനൊന്നും അബുദാബിലെ ടൈമും ഇവിടുത്തെ ടൈമും മസ്കറ്റിലെ ടൈമും എല്ലാം ഒരേ ടൈം തന്നെയാണ്. ദർ ഇസ് നോ ഡിഫറൻസ് അല്ലേ? അപ്പോൾ ടൈമും സ്പേസും ഒക്കെ ഇതിന്റെ കാരണം ഇതാണ്, നമ്മൾ അത്രമാത്രം ശ്രദ്ധിക്കുന്നു. എന്തായാലും ഇതിനൊരു വല്ലാത്തൊരു എഫക്റ്റ് ഈ ബ്രെയിൻ വേവ് സാറേ, എനിക്ക് തോന്നുന്നു ഇറ്റ്സ് ഗോ ബിയോണ്ട് ഒരു തീറ്റ ഫ്രീക്വൻസിയിൽ വരുമെന്ന് പോലും എനിക്ക് സംശയമുണ്ട്. ഒരു 20 മിനിറ്റ് കണ്ടിന്യൂസ് ആയി ചെയ്താൽ തീർച്ചയായിട്ടും ഉറങ്ങും സാറേ. ഇതൊരു ഹിപ്നോസിസ് മാതിരിയാണ്. യു ക്യാൻ യൂട്ടിലൈസ് ദിസ്. ഞാൻ എന്തായാലും പ്രാക്ടീസ് ചെയ്യാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. ഇറ്റ്സ് എ വണ്ടർഫുൾ ടെക്നിക്ക്. പ്രത്യേകിച്ചും ഇൻഹേലും എക്സൈലും ഒരേ എമൗണ്ടിലായതുകൊണ്ട് അതിനൊരു റിഥമുണ്ട്. നമ്മൾ തീർച്ചയായിട്ടും ആ ട്രാൻസിൽ പോകും. ഞാൻ 2 പ്രാവശ്യം പോയി. ഞാൻ എഴുന്നേറ്റ് പോയി സാറേ. പോയിട്ട് സോ ഐ കെയിം ബാക്ക്. അതിനകത്ത് ഇരിക്കാനൊരു സുഖമുണ്ട്. പക്ഷെ എന്നാലും അതൊരു വലിയ ശാന്തതയാണ്. സാറി പറഞ്ഞ ഞാൻ എൻ്റെ എല്ലാ ബെനിഫിറ്റ്സ് എല്ലാം ഒന്ന് നോക്കുമായിരുന്നു ഇപ്പോഴേ. ശരിക്കും പറഞ്ഞാൽ ഇതെല്ലാം ഉണ്ട് ഇതിനകത്ത്. ഞാനിപ്പോൾ എക്സ്പീരിയൻസ് ചെയ്ത കാര്യമാണ് പറയാം സാറേ. സോ ഐ മീൻ എന്താണ് അങ്ങനത്തെ ഒരു സ്റ്റേജിൽ എത്തുന്നു. ഇതിൻ്റെ ഒരു വേറെ പ്രത്യേകതയുണ്ട്. നമ്മളത് ബോധപൂർവം ചെയ്തുകൊണ്ടായിരിക്കും. പിന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ അതിൻ്റെ വീഡിയോയും ഓഡിയോയും കൂടെ കിട്ടുന്ന ഒരു ഗൈഡഡ് മെഡിറ്റേഷൻ്റെ ഒരു ഈക്വൽ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. അത് വീഡിയോ കാണുന്നുണ്ട്. ആ കേർവ് ശരിക്കും അതിൻ്റെ ആ നദിയുടെ സൗണ്ട് ഉണ്ട്. ഞാനിതൊക്കെയാണ് ഒബ്സർവ് ചെയ്തത്. അത് തന്നെ ഒരു സുഖമാണ്. നമ്മൾ ബ്രീത്ത് ചെയ്യുന്ന പോലെ തന്നെ ഇരിക്കും. ഇൻഹേലും എക്സൈലും വി ക്യാൻ ഫീൽ ഇറ്റ് ആൻഡ് വി ക്യാൻ സീ ഇറ്റ്. അത് കണ്ട് ഉറങ്ങും ശരിക്കും പറയാം. അപ്പം സാറിൻ്റെ ഇന്നത്തെ എന്തായാലും ഇതിനകത്ത് എടുത്ത് കോഹറന്റ് ബ്രീത്തിങ്ങിൽ ജീവിതത്തിൽ ആദ്യമായിട്ട് കേൾക്കുകയാണ്. അതിനൊരു വലിയൊരു എഫക്റ്റ് ഉണ്ടെന്നുള്ള കാര്യം ഇതൊരു സാക്ഷി ആയിട്ട് വേണമെങ്കിൽ പറയാം സാബു സാറേ. എൻ്റെ സാക്ഷ്യമാണ് എന്ന് പറയാം. എന്തായാലും പറയുന്നത് അത് പറയത്തില്ലേ. റിയലി വണ്ടർഫുൾ. അല്ല, ഇതിന്റെ പ്രത്യേകത എന്താ വെച്ചാൽ ഒരു റിസോഴ്സിന്റെ ആവശ്യമില്ല, സ്വന്തമായിട്ട് അങ്ങോട്ട് പ്രാക്ടീസ് ചെയ്യാം. ഒരു ശാന്തമായ സ്ഥലത്തിരുന്ന് ഇനിയിപ്പം എൻ്റെ ഉള്ളിൽ കയറി ആ വീഡിയോ ഇല്ലാതെ തന്നെ മേ ബി ഞാൻ ഡൗൺലോഡ് ചെയ്യാൻ നോക്കാം. എങ്കിലും വീഡിയോ ഉണ്ടെങ്കിൽ ആ മൂവ്മെന്റ്സ് ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റും, തെറ്റിയാലും. അതെ, സാറേ ഇത് രണ്ടും സാറ് കോൺസെൻട്രേറ്റ് ചെയ്യാനും നന്നായിട്ട് പറ്റുന്നുണ്ട്. ആ ഒരു ഇത് പടവും കൂടെ കണ്ടു കഴിയുമ്പോ വീഡിയോ നല്ല VAK സിസ്റ്റം ഉള്ളവർക്ക് എന്താ വിഷൻ ഓഡിറ്ററി ഫങ്ഷൻ ഒക്കെ നല്ല വർക്ക് ചെയ്യുന്നവർക്ക് യു വിൽ ഫീൽ ഇറ്റ്. ഗൈഡഡ് ആക്കി അല്ലേ? ആ പിക്ചറിലൂടെ അത് ഗൈഡഡ് ആക്കി. യെസ്. പിന്നെ ആ സൗണ്ട് സാറേ, ആ ഒഴുകുന്ന ഒരു ഫ്ലോ ഉണ്ടല്ലോ, ദാറ്റ്സ് എ ഫ്ലോ സ്റ്റേറ്റ്. വി ആർ നോട്ട് സ്റ്റക്കിംഗ് എനിവേർ. So that's a beauty, sir. Thank you very much, Anthony, sir. It's a wonderful technique. I think we have to ഇതിൻ്റെ ഒരു പ്രചാരം ഇനി നമുക്ക് ചെയ്യേണ്ടിയിരിക്കുക. ആൾക്കാർക്ക് ഇതിനെക്കുറിച്ചുള്ള ഒരു അവയർനെസ് കൂടുതൽ കൊടുക്കണം. കൂടുതൽ ആൾക്ക് കുട്ടികൾക്കും ഇവരല്ല പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടികൾക്കൊക്കെ സാറേ ഈ കോഹറന്റ് ബ്രീത്തിങ് പറഞ്ഞു കൊടുക്കാൻ സാറേ ഉഗ്രമായിരിക്കും. പിള്ളേരും നല്ല ഭംഗിയായിട്ട് ആൻസർ കേൾക്കൊന്നുമില്ല സാറേ. അതിനൊക്കെ വേറെ ടെക്നിക്കുകളൊക്കെ അവരുടെ അപ്പൊ അതിന് ഈ പിക്ചറൈസേഷൻ മാത്രമല്ല, നമ്മള് ബ്രീത്ത് ഇൻ ബ്രീത്ത് ഔട്ട് എന്ന് പറയുമ്പോൾ അവരവരുടെ വഴിക്ക് പോകും. പക്ഷെ ഇതങ്ങനെയല്ല, ഇത് ഭയങ്കരമായിട്ട് ഗൈഡ് ചെയ്യും നമ്മളെ. കാരണം പോകുന്ന വഴി ഇടയ്ക്ക് വെച്ച് ബ്രേക്ക് ഔട്ടായി പുറത്തേക്ക് പോയി കഴിഞ്ഞാലുവേ വീണ്ടും നമുക്ക് അതിനെ ട്രാക്ക് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ആ ഒരു കഴിഞ്ഞ കാഴ്ചത്തെയും ക്ലാസ് അങ്ങനത്തെ ഒരു നല്ല ഫോക്കസ് കിട്ടും സാറേ. അതുകൊണ്ടാണ് കുട്ടികളുടെ കാര്യം എനിക്ക് പ്രത്യേകിച്ച് നമ്മുടെ ഷീല മാഡത്തിനൊക്കെ വേണമെങ്കിൽ ക്ലാസ് എടുക്കുന്നതിന് മുന്നേ കുട്ടികളെ കൊണ്ടൊരു 2 മിനിറ്റ് ഇതൊക്കെ ചെയ്യിക്കുക. ടീച്ചേഴ്സ് ഐ മീൻ സാബു സാറേ. കോൺസെൻട്രേഷൻ കൂട്ടുമല്ലോ മെഡിറ്റേഷൻ. അപ്പൊ സാറേ പിന്നെ ഈ അൽഷിമേഴ്സ് പോലുള്ള അസുഖങ്ങളിൽ നിന്ന് നമുക്ക്
അങ്ങനെയും ഒരു പിന്നെ പ്രൊട്ടക്ഷൻ കിട്ടുമായിരിക്കുമല്ലോ സാറേ. ബെനിഫിറ്റ്സിൽ അതും ഒക്കെ ഉൾപ്പെടുത്താൻ പറ്റത്തില്ലേ? ഞാൻ അതേക്കുറിച്ച് തീർച്ചയായിട്ടും കാണും. കാരണം എന്ന് വെച്ചാൽ ഇതെല്ലാം ഞാൻ പറഞ്ഞ കതിരെ കൊണ്ടുപോയി വളം വെച്ചാൽ ഒരു പ്രയോജനവും ഇല്ല. അപ്പൊ അത് നേരത്തെ തൊട്ട് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെതായിട്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകും. ഇപ്പൊ ആൾസൈമേഴ്സ് രോഗം പിടിപെട്ടതിന് ശേഷം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ കിട്ടുമായിരിക്കാം. ഞാൻ അതിന്റെ ആ സ്റ്റഡിയെ കുറിച്ച് അതിന്റെ റിസർച്ചിനെ കുറിച്ച് ഞാൻ കൂടുതലായിട്ട് ഞാൻ തന്നെ റിസർച്ച് ചെയ്തിട്ടില്ല. പക്ഷെ കാണുമായിരിക്കും. പക്ഷെ ഇതൊക്കെ ഇങ്ങനെ ചെയ്യുന്ന ആളുകൾക്ക് അത് തീർച്ചയായിട്ടും അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ ഉണ്ടാകും. തീർച്ചയായിട്ടും. ഇതുമായിട്ട് കാരണം എന്താ വെച്ചാൽ കണക്റ്റഡ് നമ്മുടെ ആണ് സാറേ. ബ്രെയിനിന് കൂടുതൽ ഇതുണ്ടാകുന്നുണ്ട്, ആക്ടിവേഷൻ നടക്കുന്നുണ്ട്, ഫോക്കസിങ് ഉണ്ട്, അങ്ങനെ എന്തെല്ലാം ഗുണങ്ങളാണുള്ളത്. പ്രത്യേകിച്ച് മാത്രമല്ല ഇത് ഓക്സിജൻ കൂടുതലായിട്ട് നമ്മുടെ ശരീരത്തിനും സെല്ലിനും കിട്ടും. അതെല്ലാം നമ്മുടെ ബ്രെയിനിനെ ഒത്തിരി ബാധിക്കും. അങ്ങനെ പോസിറ്റീവായിട്ടുള്ള ഒത്തിരി ഗുണങ്ങൾ. സാറ് പറയുകയും ചെയ്തു ഇൻഹേൽ കഴിഞ്ഞ് ഒരു സെക്കൻഡ് കൂടി നമ്മള് പിന്നെ എക്സൈന് കൊടുക്കണമെന്ന് പറഞ്ഞതില് എനിക്ക് മനസ്സിലായത് കംപ്ലീറ്റ് കാർബൺ ഡൈ ഓക്സൈഡ് വെളിയിൽ കളയിക്കുക എന്നുള്ളതായിരിക്കും. അത് റിസർച്ച് ആയിട്ടുള്ള കാര്യമാണ് ഞാൻ പറഞ്ഞത്. കാരണം എടുക്കുന്നതിനേക്കാൾ അല്പം കൂടി നീട്ടി ഇത് ചെയ്യണം. പക്ഷെ അത് ചിലപ്പം നമ്മൾ ഇതെങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് പോകുന്നതുകൊണ്ട് നമ്മൾ അറിയാത്തതാണ്. കാരണം അത് ഇങ്ങനെ നമ്മളുടെ ആ ബ്രത്തിൽ ഒരുപക്ഷെ കാണുമായിരിക്കും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ലല്ലോ. കാരണം ഇത്രയും നാളും ഒരുപക്ഷെ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകില്ല അല്ലേ? ഈ മൈൻഡ്ഫുൾനെസ് ഈ ക്ലാസ്സുകളിലൊക്കെ വരുമ്പോഴായിരിക്കും നിങ്ങൾ കൂടുതലായിട്ട് അവയർനെസ്സിനെ കുറിച്ചും ബാക്കിയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ നിങ്ങൾ ഞാൻ പറഞ്ഞ ഞാൻ നിങ്ങളെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യല്ല. നിങ്ങളെ തീർച്ചയായിട്ടും ഞാൻ കംപ്ലീറ്റ് 100% റെസ്പെക്ട് ചെയ്യുന്നു. നിങ്ങൾക്ക് എന്നെക്കാളും അറിവുണ്ടെന്ന് ഞാൻ റെസ്പെക്ട് ചെയ്യുന്നു. പക്ഷെ ഞാൻ പറഞ്ഞ ഒരുപക്ഷെ ഈ ഒരു ഫീൽഡിൽ അങ്ങനെ വരുമ്പോഴത്തേക്കും ചിലപ്പം ഒരുപക്ഷെ നമ്മളിപ്പോഴായിരിക്കും അറിയുന്നത്. എനിക്കറിയില്ലായിരുന്നു. ഞാനൊരു 10-25 വർഷം 25 ഒരു 10-40 വർഷമായിട്ട് ഞാൻ ഇത് ഇങ്ങനെ പല ടെക്നിക്കുകളും പല ബ്രീത്തിങ്ങിനെ കുറിച്ച് അവെയർ ആകുന്ന ആളായിരുന്നു. ഞാൻ പറഞ്ഞ അതിനു മുമ്പ് ഞാൻ അറിഞ്ഞിരുന്നില്ല ഇങ്ങനെ ബ്രീത്ത് ചെയ്യാൻ, ഇങ്ങനെ ചെയ്യാൻ, അല്ലെങ്കിൽ അതുകൊണ്ടുള്ള പ്രയോജനങ്ങൾ, അല്ലെങ്കിൽ ഇങ്ങനെ അവെയർ ആകാം ഒന്നും അറിയത്തില്ലായിരുന്നു. നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക് ആയിട്ട് ജനിച്ചു, ശ്വസിക്കുന്നു, നിശ്വസിക്കുന്നു, അങ്ങനെ പോകുന്നു, അത്രേ ഉള്ളൂ. സാറ് ഞങ്ങൾ കൂടി അത് പറഞ്ഞു തരുന്നത് കൊണ്ട് അതിന്റെ ഗുണം കൂടുന്നതേ ഉള്ളൂ. ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ കുറയ്ക്കാൻ പറ്റും. അതെ. ഇത് ഇന്നത്തെ സംഭവം. ഓക്കെ, ഉഷാമം പറയും. എല്ലാവർക്കും നമസ്കാരം. ബ്രീത്തിങ്ങിനെ കുറിച്ചുള്ള ഒരു നല്ലൊരു അവയർനെസ് ആണ് സാറ് ഞങ്ങൾക്ക് ഷെയർ ചെയ്തത്. പറഞ്ഞ പോലെ മെഡിറ്റേഷനിലേക്ക് പോയപ്പോൾ എനിക്ക് വൈറൽ ഫീവറാണ് 2 ദിവസമായിട്ട്. അപ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിരുന്നേ. ഉറക്കമൊന്നും പറ്റുന്നുണ്ടായിരുന്നില്ല. ഭയങ്കര മോഡ് സ്വിങ് അങ്ങനെയൊക്കെ ഭയങ്കര ഇറിറ്റബിൾ ആയിരുന്നു. പക്ഷെ അതാ ഞാൻ ഇന്ന് ഇത് കോൺഷ്യസ്ലി ക്ലാസ്സിൽ കയറിയതാണ് മെഡിറ്റേഷൻ്റെ ആ ഒരു ഭാഗത്തേക്ക് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ മനോജ് സാറൊക്കെ പറഞ്ഞതുപോലെ തന്നെ വളരെ കോൺസെൻട്രേറ്റ് ചെയ്ത് ചെയ്യാൻ പറ്റി. ഒന്ന് ഉറങ്ങിപ്പോയി നല്ലപോലെ. അത് കംപ്ലീറ്റ് ആയപ്പോഴത്തേക്കും എനിക്ക് നല്ലൊരു റിലാക്സേഷൻ ഫീൽ ചെയ്യുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ അത് ഭയങ്കര എഫക്റ്റാന്നുള്ളൊരു നല്ല എഫക്റ്റാണ്. ഇപ്പോൾ ഒരു ബോഡിക്ക് സുഖമില്ലാത്തൊരവസ്ഥയിലാണെങ്കിൽ പോലും അതൊരു ഭയങ്കര കംഫർട്ടബിൾ ആകാനുള്ള ഒരു ടെക്നിക്ക് കൂടിയാണ് മെഡിറ്റേഷൻ. ഞാൻ പലപ്പോഴും പകലൊക്കെ ശ്രമിച്ചു നോക്കി, പക്ഷെ ഭയങ്കര ഇറിറ്റബിൾ ആയിരുന്നു. എനിക്കത് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഇപ്പോൾ എല്ലാവരും കൂടി കമ്പൈൻ ചെയ്തപ്പോൾ ആ ഒരു ഗൈഡഡ് രീതിയിലായപ്പോൾ എനിക്കത് ഫോളോ ചെയ്യാൻ പറ്റി. ഇപ്പോൾ നല്ല റിലാക്സേഷൻ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. ബ്ലാക്ക് ടീ കൂടെ കുടിക്കുക ഇപ്പോഴേക്കും കുറച്ചുകൂടെ വയറിനും മനസ്സിനും ശരീരത്തിനെല്ലാം ഒരു ബ്ലാക്ക് ടീ കുടിക്കുക. ഓക്കെ സർ, താങ്ക് യു. ഓക്കെ. ഓക്കെ, വേറെ ആർക്കെങ്കിലും ഷെയർ ചെയ്യണം? ജോഷ് സാർ റെഡി ആയല്ലോ? ഓക്കെ, റോയ് സാർ പറയൂ. സാറ് നേരത്തെ പറഞ്ഞ ഈ 4 ടൈപ്പ് ഓഫ് ബ്രീത്തിങ്ങിനകത്ത് ഈ കൊഹറന്റ് ബ്രീത്തിനെ കുറിച്ച് പറഞ്ഞില്ല സാർ, ഇല്ലേ? ഇല്ല, ഇന്ന് ഇത് എക്സ്പ്ലെയിൻ ചെയ്ത് കൂടുതലായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അത് പറയാതിരുന്ന. കാരണം ഞാനിങ്ങനെ ഒരു വലിയ ടോക്ക് കൊടുക്കാൻ എനിക്ക് ഇനി താല്പര്യമില്ല. ചെറിയ ചെറിയ കാര്യങ്ങൾ മുറിച്ച് പീസായിട്ട് കൊടുക്കുക. അപ്പൊ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാൻ പറ്റും. അതല്ലെങ്കിൽ ഞാൻ 30-35 മിനിറ്റ് നേരെ ഇരുന്നുകൊണ്ട് സംസാരിച്ചിട്ട് നിങ്ങൾ ബോറടിക്കും. ഈ പറഞ്ഞ പോലെ ഒരു ഇതുമില്ല. അതേസമയം ഒരു 15 മിനിറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ ഓക്കെ, ഇറ്റ് ഈസ് ഫൈൻ. നിങ്ങൾക്ക് എല്ലാവർക്കും കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റും, ശ്രദ്ധിക്കാനുള്ള ഒരു അവസരം ഉണ്ടാകും. അതുപോലെ തന്നെ അതാണ് നല്ലതെന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഇത് 2025 ഞാനൊന്ന് മാറ്റി പിടിച്ചത്.
അതേക്കുറിച്ച് നിങ്ങൾക്ക് പറയാൻ കേട്ടോ, എന്തെങ്കിലുമൊക്കെ 25-ലെ ക്ലാസ്സുകൾ എങ്ങനെയുണ്ടെന്നും 24-ലും അതിനു മുമ്പുള്ളതും മാറിയിട്ട് ഹൗ ഡു യു ഫീൽ, വാട്ട് ഈസ് യുവർ ഒപ്പീനിയൻ? എൻ്റയർലി ഡിഫറെൻ്റ് ആണ് സാറ്. ഇതിനു മുമ്പ് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞ് ഇതിൻ്റെ ആവശ്യങ്ങൾ മറ്റൊക്കെ പറയുമായിരുന്നു. ഇപ്പോഴത് കുറേം കൂടെ എൻജോയബിൾ ആയിട്ട് വന്നു. ഇപ്പം ഈ ബ്രീത്തിങ്ങിൽ ആണ് എനിക്ക് വളരെയധികം പെട്ടെന്ന് എഫക്റ്റ് കിട്ടുന്ന ഒരു ഇത് തോന്നി. മറ്റേത് അങ്ങനെയല്ല, ഒരു സ്ട്രെയിൻ ആയിട്ടാണ് നമുക്ക് തോന്നിയത് ഈ സാറ് അത് മറ്റതൊക്കെ. ഇത് സ്ട്രെയിൻ ഇല്ല, ഒരു ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അത് റിതമിക് ആയിട്ട് വന്നു. അത് ശരിയാണ്, ആ ഒരു റിതം. പിന്നെ ഈ റിതം ടൈമിങ് വ്യത്യാസം ഇത് ഗൈഡഡ് ആയതുകൊണ്ടാണ് ആ കറക്റ്റ് ടൈം കീപ്പ് ചെയ്യാൻ പറ്റുന്നത്. അല്ലെങ്കിൽ എന്നാലും കുഴപ്പമില്ല. അപ്പോൾ കുറേ ബ്രീത്ത് ഹോൾഡ് ചെയ്യുന്ന പോലെ വരുന്നതേ ഉള്ളൂ. ആരംഭമായതുകൊണ്ടാണ്. ഓക്കെ. അപ്പൊ ഏതായാലും അത് വളരെ ഇതായിട്ട് വന്നു. സാർ പറഞ്ഞ 4 ബ്രീത്തിങ്ങില് ബെല്ലി ബ്രീത്തിങ് പറഞ്ഞു, ഡയഫ്രാമാറ്റിക് അതിന്റെ പറഞ്ഞു, പിന്നെ കൗണ്ടിങ് ബ്രീത്തിങ്, പിന്നെ ട്രയാങ്കുലർ ബ്രീത്തിങ്, ബോക്സ് ബ്രീത്തിങ്, പിന്നെ 4-7-8 ബ്രീത്തിങ്. ഇതിന്റെ എല്ലാം ഒരു ഇതിലാണ് പ്രാക്ടിക്കലായിട്ട് സാർ പറയുന്ന ഈ ഭാഗങ്ങളുടെ 3 എണ്ണം ഇല്ലേ? ട്രയാങ്കിൾ ബ്രീത്തിങ് 3 സെക്കൻഡ്, 3 സെക്കൻഡ്, 3. ഓക്കെ. അപ്പൊ അതിലൊക്കെ ഏറ്റവും കൂടുതൽ എൻജോയബിൾ ആയിട്ടും ഫീൽ ചെയ്തത് ഇന്നത്തെയാണ് അല്ലേ, കോഹറന്റ് ബ്രീത്തിങ്. സാറേ ഒരു കാര്യം കേട്ടോ, ഇന്നത്തെ ഇതിന് കോപ്പിറൈറ്റ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അത് പ്ലീസ് സാറേ ഇടുന്നുണ്ടല്ലോ, അത് നമുക്ക് ഇടാം, കുഴപ്പമില്ല. കോപ്പിറൈറ്റ് ഉണ്ടെങ്കിൽ കഴിഞ്ഞ പ്രാവശ്യത്തിന് ഇല്ലായിരുന്നു തോന്നുന്നു. കഴിഞ്ഞ പ്രാവശ്യത്തിന് കുഴപ്പമില്ലായിരുന്നു തോന്നുന്നു. കോപ്പിറൈറ്റ് ആവും സാർ. യൂട്യൂബിലുണ്ട് ബ്രത്ത്. ഞാൻ ഇടക്കിടക്ക് ചെയ്യണം. അല്ലല്ല, അത് നമ്മളെടുത്ത് ഉപയോഗിക്കുന്നതിനാണ്. ഇത് റെക്കോർഡ് ചെയ്യുമ്പോൾ കോപ്പിറൈറ്റ് നമുക്ക് കേൾക്കാൻ പറ്റേ. അതുകൊണ്ട് ഞാൻ ഗ്രൂപ്പിൽ ഇടാമെന്ന് പറഞ്ഞു. ക്ലാസ് ഒക്കെ എടുക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് ഇങ്ങനെ ഗൈഡഡ് ആയിട്ട് കാണിച്ചു കൊടുക്കാൻ നല്ലതാണ്. ഓക്കെ. ഇനി അങ്ങനെയുള്ള ജോഷി സാർ, ബിജു സാർ, സ്നേഹലത മാം എന്തെങ്കിലും പറയാതെ പറയൂ. വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ. എനിക്ക് മെഡിറ്റേഷൻ ഫുൾ ടൈം അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല, കാരണം ബോധപൂർവമാണ്. കാരണം എന്നെ അത്യാവശ്യമായിട്ട് കാണാൻ ഒരാൾ വന്നപ്പോൾ പോകേണ്ടി വന്നു. എന്നാല് ആന്റണി സാർ ഉപയോഗിച്ച വീഡിയോ, ആ ടൂള് വളരെ എഫക്റ്റീവ് ആയിരുന്നു. സാധാരണ ഈ മെഡിറ്റേഷനൊക്കെ പലരും ഉപയോഗിക്കുന്ന അതിലൊന്നുകിൽ സൗണ്ട് അല്ലെങ്കിൽ വീഡിയോ ഒക്കെ നമുക്ക് ഒരു സൂത്തിങ് എഫക്റ്റ് അല്ല ഉണ്ടാകുന്നത്. പലപ്പോഴും അത് തന്നെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് വരാറുണ്ട്. പക്ഷെ ഞാൻ ആദ്യം വീഡിയോ കണ്ടുകൊണ്ടും പിന്നീട്, അതായത് ഫുൾ ടൈം അത് ഫോളോ ചെയ്യാൻ പറ്റിയില്ല, എന്നാൽ ആ വീഡിയോ കണ്ടുകൊണ്ടും പിന്നീട് കണ്ണടച്ചുകൊണ്ട് സൗണ്ട് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് വളരെ എഫക്റ്റീവായിട്ട് അത് ഫോളോ ചെയ്യാൻ പറ്റി. അതിൻ്റെ മനോജ് സാർ പറഞ്ഞതുപോലെ ആ നദിയുടെ സൗണ്ടും എല്ലാം വളരെ എഫക്റ്റീവാണ്. അത് മാത്രമേ എനിക്ക് ഇന്നിപ്പോൾ പറയാൻ പറ്റത്തുള്ളൂ, കാരണം ഞാൻ ആ മെഡിറ്റേഷൻ പൂർണ്ണമായിട്ട് അറ്റൻഡ് ചെയ്തില്ല. താങ്ക് യു ആന്റണി സാർ. നമ്മുടെ യൂട്യൂബിൽ അത് കൃത്യമായിട്ട് കാണാം. സാർ അത് സൗകര്യം പോലെ കണ്ടാൽ മതി കേട്ടോ. തീർച്ചയായിട്ടും ഞാനത് മനോജ് സാർ പറഞ്ഞ പോലെ ഞാൻ പ്രാക്ടീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. ഓക്കെ. എങ്ങനെയാണെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. വേറെ ആരും ഇല്ലല്ലോ. ഓക്കെ. സോ താങ്ക് യു. പറഞ്ഞോട്ടെ, 2025 ക്ലാസ് 24-നേക്കാൾ കുറച്ചുകൂടെ എഫക്റ്റീവ് ആണ് സാറേ. കാരണം നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്നുണ്ട്. നമുക്ക് അത്രയും കപ്പാസിറ്റി ഇല്ല. സാറിന്റെ അത്രയും, സാബു സാറിന്റെ അത്രയൊന്നും കപ്പാസിറ്റി ഞങ്ങൾക്കില്ല. അപ്പൊ അതുകൊണ്ട് പോർഷൻ കുറച്ച് ഇങ്ങനെ മൈന്യൂട്ടായിട്ട് തന്നതിൽ സന്തോഷം. So, are you a teacher? Yeah. You are a teacher. Okay. Yeah. എന്ത് വിഷയമാണ് പഠിപ്പിക്കുന്നത്? ഞാൻ ഹിന്ദി ആയിരുന്നു പഠിപ്പിച്ചിട്ടുണ്ട്. ഹിന്ദി. ഓക്കെ. ആന്റണി സാർ, ഞങ്ങൾക്ക് ഏത് ബ്രത്ത് പഠിപ്പിക്കണേലും മുമ്പ് സ്വന്തം ശ്വാസമല്ലേ, നോർമൽ ബ്രത്ത് 3 തവണ എടുപ്പിക്കും, എന്നിട്ട് എടുക്കും. കൂടെ സുഖ സാറും ഒന്ന് പ്രിപ്പയർ ചെയ്തോളൂ അവിടെ. ഓ ശരി. താങ്ക് യു. ഉണ്ടാവില്ല. താങ്ക് യു സാർ. Thank you. Yeah. Okay. Thank you, sir. Thank you and good night. See you. Okay then. Have a nice evening and good